ഹല്ലേലൂയ. ദൈവത്തിന്റെ ധന്യതിരുനാമം ഈ പകൽ വീണ്ടും ഒരിക്കൽ കൂടി മഹത്വം എടുക്കുമാറാകട്ടെ. परमेश्वर का धन्य नाम आज दोपहर के समय में महिमा पाए. പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ സാന്നിധ്യം നമ്മുടെ ഇടയിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. परमेश्वर का असाधारण तरीके की उपस्थिति हमारे बीच में चल रहा है. ഹല്ലേലൂയ. നിങ്ങൾ കാലാവസ്ഥകളെ തിരിക്കുന്നവരാണ്. आप वातावरण को बदलने वाले हैं. ഹല്ലേലൂയ. നിങ്ങൾ ദൈവിക സ്വപ്നങ്ങളെ വഹിക്കുന്നവരാണ്. आप लोग परमेश्वर की सपनों को अपने ऊपर धारण कर कर चलने वाले हैं. ഹല്ലേലൂയ. നമ്മളെല്ലാം ഒരു ആത്മീക യുദ്ധക്കളത്തിന്റെ അകത്ത് നിൽക്കുന്നവരാണ്. हम सब एक आत्मिक युद्ध के स्थल पर खड़े हुए हैं. ഈ ആത്മീക യുദ്ധത്തിന്റെ അകത്തായിരിക്കുന്ന നമ്മുടെ ഓരോ അവയവങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. आत्मिक युद्ध में खड़े होने वाले हम लोग को शत्रु आपके विरुद्ध में आएगा. നിങ്ങൾ ദൈവവുമാകെ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചായിരിക്കും ശത്രു പലപ്പോഴും അത് യുദ്ധവുമായിട്ട് വരുന്നത്. कई बार जो है परमेश्वर के सामने आप जो निर्णय ले लेते हैं उसी के विरुद्ध में शत्रु लड़ाई करने आता है. അപ്പോൾ നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ അകത്ത് നാം നേരിടുന്ന നാം ഏർപ്പെട്ടിരിക്കുന്ന ആത്മീക യുദ്ധത്തിന്റെ അതേ തീവ്രത അത് വ്യത്യസ്തമാണ്. इसीलिए हम सब जो है मसीही और सफर के अंदर में हम सब की लड़ाई अलग अलग होगा. ഇവിടെ ഇസ്രായേൽ ജനം അവരുടെ വാഗ്ദത്ത കനാനിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. यहाँ पे देखो इजराइल के लोग जो है अपने वायदे की देश की ओर अपने कदम बढ़ा रहे हैं. അവിടെ ഇതാ ചെങ്കടൽ അവർ കടന്നു. अब देखो लाल समुद्र को उन लोग पार करते हैं. ശരിക്കും ചെങ്കടൽ കടക്കുക എന്ന് പറയുന്നത് സ്നാനത്തിന്റെ അതൊരു മുൻകുറിയാണ്. ചെങ്കടൽ കടക്കുക എന്ന് देखो പറയുന്നത് लाल समुद्र पार करना हम नए नियम में देखते हैं कि वो बपतिस्मा का एक स्वरूप है. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 10-ാം അധ്യായത്തിന്റെ 2-ൽ ബൈബിൾ പറയുകയാണ് അവരെല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. അവർ അതേ ജലത്തിൽ അതേ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. नए नियम में हम पढ़ते हैं कि ये सब लोग जो है उन लोग ने लाल समुद्र को पार किया. मूसा के साथ उन लोग बपतिस्मा लिया. അപ്പോൾ അതേ ചെങ്കടൽ കടന്നത് സ്നാനത്തിന്റെ മുൻകുറിയാണ്. इसीलिए लाल समुद्र को पार करना वो बपतिस्मा का एक स्वरूप है. അപ്പൊ ചെങ്കടൽ കടന്നപ്പോൾ ആദ്യമായി ഇവർ നേരിട്ട ശത്രു അത് അമാലേക്കായിരുന്നു. और ये लाल समुद्र पार करने के बाद उनका पहला शत्रु वो अमालेकी लोग थे. അപ്പോൾ എപ്പോഴാണോ ഒരു വ്യക്തി സ്നാനപ്പെട്ട് കയറുന്നത് അപ്പോൾ മുതൽ അത് ശരിക്കുമുള്ള അവന്റെ ആത്മീക യുദ്ധം ആരംഭിക്കുകയാണ്. और इसलिए कोई भी व्यक्ति जब बपतिस्मा ले लेता है उस दिन से उसका आत्मिक युद्ध आरंभ हो जाता है. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്നാനമേറ്റ് കയറി ബൈബിൾ പറയുകയാണ് അതേ ആത്മാവ് അവനെ പരീക്ഷിക്കേണ്ടതിന് മരുഭൂമിയിലേക്ക് നടത്തി. हमारा प्रभु यीशु मसीह बपतिस्मा ले लेने के बाद में वहां पे लिखा हुआ है कि पवित्र आत्मा ने उनको शैतान के द्वारा परीक्षा करवाने के लिए मरुभूमि में लेके അപ്പോൾ गया. യേശുവിന്റെ ജീവിതത്തിന്റെ അകത്ത് പരീക്ഷ നേരിട്ടത് എപ്പോഴാണ്? സ്നാനപ്പെട്ട് കയറിയതിനു ശേഷമാണ്. देखो हमारे प्रभु यीशु मसीह के जीवन में भी परीक्षा कब आया? जब उन्होंने बपतिस्मा लिया. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സ്നാനപ്പെട്ട് കഴിയുമ്പോഴാണ് ശരിക്കും ഒരു ആത്മീക യുദ്ധം ആരംഭിക്കുന്നത്. और इसलिए हमको अच्छी तरह समझ लेना है कि जब बपतिस्मा ले लेते हैं वहां से हमारा आत्मिक युद्ध आरंभ हो जाता है. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പകലിൽ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഒരു അമാലേക്യ വ്യാപാരം. और इसीलिए आज दोपहर के समय हम समझ ले कि अमालेकी लोगों की ये जो लड़ाई ये क्या लड़ाई है. അത് എന്റെ ജീവിതത്തിൽ എനിക്കെതിരെ ഒരു അമാലേക്കിന്റെ വ്യാപാരം ഉണ്ടോ? क्या हमारे जीवन में मेरे जीवन में क्या एक अमालेकी का एक लड़ाई है क्या? എന്റെ അടുത്തിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന്റെ അകത്ത് ഒരു അമാലേക്കിന്റെ വ്യാപാരം ഉണ്ടോ? मेरे बाजू में जो बैठे हुए हैं या फिर मेरे परिवार के अंदर में अमालेकी का शक्ति का एक लड़ाई है क्या? ശരിക്കും ഒരു ശത്രു ആരെന്നറിഞ്ഞാൽ ശത്രുവിന്റെ ശക്തി എന്തെന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. एक चीज हमको समझना है कि हमारा शत्रु कौन है, उसका बल क्या है, हम समझ ले तभी हम उनसे लड़ाई कर सकते हैं. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാതിരിക്കരുത്. इसलिए वचन कहता है कि तुम शैतान के तंत्रों को आप जान के रखो. അപ്പൊ ഒരു ശത്രുവിന്റെ തന്ത്രം എന്താണെന്ന് അറിഞ്ഞാൽ അതിനെതിരെ നമുക്കൊരു ആയുധം ഉണ്ടാക്കാൻ പറ്റും. और अगर शत्रु का जो उपाय क्या है अगर हम समझ ले उसके विरुद्ध में हम एक अस्त्र चला सकते हैं. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിനെതിരെ അതേ ശത്രു കൊണ്ടിടുന്ന പദ്ധതികൾ എന്തെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ അതിനെ ജയിക്കാൻ പറ്റത്തുള്ളൂ. इसीलिए शत्रु हमारे जीवन में किस तरीके का षड्यंत्र कर रहा है हम समझ ले तभी हम उसके विरुद्ध में लड़ाई कर सकते हैं. അങ്ങനെയെങ്കിൽ ഈ അമാലേക്ക് എന്ന് പറയുന്ന വ്യാപാരം അതെന്താണ്? इसीलिए अमालेकी नाम के जो लोग हैं वो शत्रु वो उसका तंत्र क्या है? അതെ ബൈബിൾ ഇങ്ങനെ പറയുകയാണ്
बाइबल ऐसा कहता है, 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ पहले शमूएल 15:2 में ऐसा लिखा है, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, सेनाओं का यहोवा इस तरीके से कहते हैं, ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. इजराइल के लोग जब अपने वायदे की देश की ओर आ रहे थे, वहां पर रास्ते में अमालेकी लोग उनके विरुद्ध में क्या किया उनको मैं याद रखता हूं. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വഴിയെ തടയാൻ നോക്കുന്ന ഒരു വ്യാപാരമുണ്ട്. आपके रास्ता को रोकने की कोशिश करने वाला एक शक्ति है. നിങ്ങളുടെ വാഗ്ദത്തത്തിൽ നിങ്ങൾ എത്തിച്ചേരരുതെന്ന് ചിന്തിക്കുന്ന ഒരു വ്യാപാരമുണ്ട്. आपके वायदे में आप न पहुंचे ऐसा षड्यंत्र करने वाला एक शक्ति है. നിങ്ങളുടെ ഉയർച്ചകളെ തടയാൻ നോക്കുന്ന ഒരു വ്യാപാര ശക്തിയുണ്ട്. आप ऊपर ऊंचा न उठे उसको रोकने के लिए एक शक्ति है. അതേ സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ 13:29 ബൈബിൾ പറയുകയാണ്, അമാലേക്യർ തെക്കേ ദേശത്ത് പാർക്കുന്നു. अब हम वचन में पढ़ते हैं कि अमालेकी लोग जो है दक्षिण ओर में रहते हैं. ബൈബിൾ പറയുകയാണ്, സങ്കീർത്തനം 75:6 പറയുകയാണ്, അതെ കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്നല്ല തെക്ക് നിന്നും അല്ല ഉയർച്ച വരുന്നത്. लेकिन वचन में हम देखते हैं, भजन संगीता 75:6 में पढ़ते हैं कि उत्तर से नहीं, दक्षिण से नहीं, पूरब से नहीं जो ऊंचाई या ऊंचा औधा आता है. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മുന്നേറ്റത്തെ തടയാൻ നോക്കുന്ന, നിങ്ങളുടെ വഴിയെ തടയാൻ നോക്കുന്ന, നിങ്ങളുടെ ഉയർച്ചകളെ തടയാൻ നോക്കുന്ന ഒരു വ്യാപാര ശക്തി ഉണ്ട്. അതിന്റെ പേരാണ് അമാലേക്ക്. और आपके रास्ते को, आपके उन्नति को रोकने की कोशिश करने वाला एक शक्ति है. उस शक्ति का नाम है अमालेकी की शक्ति. അപ്പൊ ശരിക്കും ഈ വ്യാപാരം എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇതിന്റെ മേൽ ജയിക്കാൻ പറ്റത്തുള്ളൂ. इसीलिए ये शक्ति कैसा है हमको समझना है, तभी उसके विरुद्ध में हम लड़ाई कर सकते हैं, जीत सकते हैं. ശരിക്കും ഈ അമാലേക്ക് എന്ന് പറയുന്നത്, सच के ये अमालेक की शक्ति क्या है? അതെ ഉൽപ്പത്തി പുസ്തകം 36-ാം അധ്യായത്തിന്റെ 12 പറയുകയാണ്, उत्पत्ति के किताब 36 के 12 में पढ़ते हैं, തിമ്ന എന്നവൾ ഏശാവിന്റെ മകനായ എലീഫാസിന്റെ വെപ്പാട്ടിയായിരുന്നു. और तिम्ना नाम की जो व्यक्ति जो है वो एशाव का बेटा का पत्नी था. അവൻ എലീഫാസിന് അമാലേക്കിനെ പ്രസവിച്ചു. और एलिफास के लिए अमालेक को उन्होंने जन्म दिया. എന്ന് പറഞ്ഞാൽ ഏശാവ് നമുക്കറിയാം യാക്കോബിന്റെ സഹോദരനാണ്. एशाव जो है याकूब का भाई है. അപ്പോൾ ഈ ഏശാവിന്റെ കൊച്ചുമകനാണ് അമാലേക്ക്. और एशाव का जो पोता है अमालेक. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഏശാവ് ആരാന്ന് നമുക്കറിയാം. इसलिए हम जानते हैं कि एशाव कौन है. ആരായിരുന്നു ഏശാവ്? एशाव कौन था? അത് ജ്യേഷ്ഠ അവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞവനായിരുന്നു ഏശാവ്. वो अपने बड़े भाई का औहदे को जो छोड़ दिया था वो एशाव था. എന്ന് പറഞ്ഞാൽ ഒരുവന്റെ മേൽ അമാലേക്കിന്റെ വ്യാപാരം ഉണ്ടെങ്കിൽ അവൻ അവന്റെ മേൽ അത് വ്യാപരിക്കുന്ന അഭിഷേകത്തെ വില കുറച്ച് കാണും. और एक व्यक्ति के ऊपर में अगर अमालेक की शक्ति कार्य कर रहा है, वो व्यक्ति अपने अभिषेक को छोटा समझेगा. എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യത്തെ അലക്ഷ്യമാക്കി കളയാൻ തക്കവണ്ണം നിങ്ങളെ പ്രേരിപ്പിക്കുന്ന, നിങ്ങളുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകത്തെ അലക്ഷ്യമാക്കി കളയാൻ തക്കവണ്ണം അത് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു വ്യാപാര ശക്തിയാണ് അമാലേക്ക്. ओ परमेश्वर की उपस्थिति जो आपके ऊपर चल रहा है उसको छोटा समझना, उसको अच्छी तरह उसको महत्वपूर्ण नहीं समझना, वो जो शक्ति जो आपको ऐसे कराता है वो अमालेकी की शक्ति എന്ന് है. പറഞ്ഞാൽ ഒരുവന്റെ ഭവനത്തിൽ, ഒരുവന്റെ ജീവിതത്തിൽ അമാലേക്കിന്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവന് വിശ്വാസത്തെ കുറിച്ച് എരിവ് കാണത്തില്ല. പിന്നെ एक व्यक्ति के जीवन में, एक व्यक्ति के परिवार के अंदर में अगर अमालेक की शक्ति चलेगा तो उसको जो विश्वास में उसको जोर नहीं होगा, जोश नहीं होगा. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് എവിടെയെങ്കിലും ആത്മീക തീഷ്ണത നഷ്ടമായെങ്കിൽ ഓർത്തോണം, നാം അറിയാതെ എവിടെയോ അമാലേക്യ വ്യാപാരം അതെ നമ്മെ പിടിമുറുക്കിയിരിക്കുകയാണ്. अगर ऐसा है तो हमारे जीवन के अंदर में कहीं पर भी आत्मा में हमारा जोश कम हो गया है, अगर हमारा प्रेम कम हो गया है, तो सोच लो कि अमालेकी की शक्ति हमारे जीवन में कार्य कर रहा है. ഇന്ന് പകലിൽ അഭിഷേകത്തിലൂടെ നാം കേട്ടില്ലേ, അതെ അലസന്മാരെ അല്ല ദൈവം നോക്കുന്നത്, ദൈവം ഉത്സാഹികളെയാണ്. परमेश्वर के दास के द्वारा आज सुबह हम लोग ने सुना, परमेश्वर आलसी लोग को नहीं ढूंढ रहे. परमेश्वर जिन लोग को ढूंढ रहे हैं वो लोग जोश के साथ, जोर के साथ चलने वाले होना चाहिए. ബൈബിൾ പറയുകയാണ്, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിന്റെ എരിവോടെ ദൈവത്തെ സേവിക്കണം. इसलिए
इसीलिए वचन कहता है कि उत्साह में कम न कर कर बड़ी जोश के साथ परमेश्वर की सेवकाई करना അതെ है। ബലാത്കാരികളാണ് ദൈവരാജ്യത്തെ പിടിച്ചടക്കുന്നത്. जो जोर लगाते हैं वो परमेश्वर के राज्य पर जीत पाते हैं। അങ്ങനെയെങ്കിൽ ഉത്സാഹത്തിൽ മുന്നേറുന്ന അഭിഷേകത്തിൽ മുന്നേറുന്ന ഒരുവന്റെ ഉത്സാഹത്തെ കെടുത്തിക്കളയാൻ തക്കവണ്ണം അവന്റെ പിന്നിൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിയാണ് അമാലേക്ക്. एक व्यक्ति का अभिषेक को कम करने वाला, एक व्यक्ति का उत्साह को कम करने वाला है ये अमालेक की शक्ति। അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരുവന്റെ ജീവിതത്തിന്റെ അകത്ത് പെട്ടെന്ന് പ്രാർത്ഥന നഷ്ടമായെങ്കിൽ ഓർത്തോണം എവിടെയൊക്കെയോ അമാലേക്കിന്റെ വ്യാപാരം പിടിമുറുക്കിയിരിക്കുക. अगर आप में से कोई जो है बड़ी अच्छी तरीके से आप प्रार्थना कर रहे थे, लेकिन अचानक आपकी प्रार्थना अगर कम हो गया तो सोच लो अमालेक की शक्ति आपके ऊपर कार्य कर रहा है। ഉത്സാഹത്തിൽ മുന്നേറുന്ന ഒരുവന്റെ ഉത്സാഹം നഷ്ടമായെങ്കിൽ ഓർത്തോണം അവൻ അറിയാതെ അമാലേക്ക് പിടിമുറുക്കിയിരിക്കുക. वो हर चीज जो जोश से कर रहा था, बड़ी जोर से आप लोग कर रहे थे, अचानक आप जब ठंडा पड़ जाते हैं तो सोच लो कि अमालेक की शक्ति आपके ऊपर काम कर रहा അപ്പോൾ है। അഭിഷേകത്തെ നഷ്ടമാക്കി കളയാൻ തക്കവണ്ണം നമ്മെ അലസതയിലേക്ക് കൊണ്ടിടുന്ന ഒരു വ്യാപാര ശക്തിയാണ് അമാലേക്ക്. वो अभिषेक की शक्ति को नष्ट करने के लिए, उसको ठंडा करने के लिए लेके जाना वाला है अमालेक की शक्ति। നമ്മുടെ ഉയർച്ചയെ തടയുന്ന വാഗ്ദത്തത്തിലേക്ക് നാം എത്താതെ വണ്ണം നമ്മുടെ വഴിയെ തടയുന്ന വ്യാപാര ശക്തിയാണ് അമാലേക്ക്. हमारी उन्नति को रोकने वाला, हमारे वायदे में नहीं पहुंचने के लिए हमारे बीच में जो रुकावट डालता है वो अमालेक की शक्ति है। ഇനി പുറപ്പാട് പുസ്തകം 17:16 ബൈബിൾ പറയുകയാണ് യഹോവയുടെ സിംഹാസനത്താണ്, അത് യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറയായി യുദ്ധമുണ്ട്. और निर्गमन के किताब में हम ऐसे पढ़ते हैं कि वो परमेश्वर जो अपने सिंहासन पर विराजमान है वो पीढ़ी तक अमालेकी लोगों के विरुद्ध में लड़ाई करेगा। ശരിക്കും ദൈവം നമ്മെ തെരഞ്ഞെടുത്തതിനു വേണ്ടിയാ. ओ परमेश्वर हम लोगों को किस लिए चुन लिया? വെളിപ്പാട് 3:21 തിരുവചനം പറയുകയാണ് ജയിക്കുന്നവനെ ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ओ प्रकाशित वाक्य 3:21 में हम देखते हैं कि जो जीतता है उसको मैं मेरे सिंहासन में बैठने को दूंगा। അപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തം അവനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ നമ്മെ ഇരുത്തുമെന്നാണ്. परमेश्वर ने हमको क्या वायदा दिया है? हम उनके साथ में उनके सिंहासन में हम बैठेंगे। അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മെ ആ സിംഹാസനത്തിൽ എത്തിക്കത്തില്ലെന്ന് വാദിക്കുന്ന വ്യാപാര ശക്തിയാണ് അമാലേക്ക്. अगर ऐसा है तो हमें उस सिंहासन में पहुंचने नहीं देंगे, वहां पे जाने नहीं देंगे, ऐसा वो हमारे विरुद्ध में बोलने वाला शक्ति है अमालेक की शक्ति। ഇനി 2 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കറിയാം ഇസ്രായേലിന്റെ ആദ്യ രാജാവായ ശൗലിനെ കൊന്നത് അമാലേക്കായിരുന്നു. वो हम देखो पहला जो दूसरी समूएल पहली अध्याय में देखते हैं, उस इजराइल के जो पहला राजा शाऊल को खत्म करने वाला ये अमालेक की शक्ति था। ശൗൽ ആരായിരുന്നു? ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനായിരുന്നു. शाऊल कौन था? परमेश्वर के द्वारा अभिषेक पाया हुआ व्यक्ति അപ്പോൾ था। അഭിഷേകം ചെയ്യപ്പെട്ട അഭിഷക്തനെ കൊന്ന വ്യാപാര ശക്തിയായിരുന്നു അമാലേക്ക്. देखो अभिषेक किया हुआ अभिषेक दास को मार डालने वाला शक्ति था अमालेक की शक्ति। ഒരു ആത്മാവ് പോരാടുന്ന വ്യത്യസ്ത തലങ്ങൾ നിങ്ങൾ കണ്ടോ? देखो एक ही आत्मा, जो अमालेक की आत्मा जो है अलग अलग तरीके से कैसे लड़ाई कर रहा है। ഒന്ന് വഴി തടയുന്നു, एक जो है रास्ता रोकता है, ഉയർച്ചയെ തടയുന്നു, दूसरा उन्नति को रोकता है। ജയം വരരുതെന്ന് ചിന്തിച്ച് ജയത്തിനെതിരെ പോരാടുന്നു, हम जो जयवंत ना हो इसलिए जय के विरुद्ध में वो हमारे साथ लड़ाई करता അത് है। ജ്യേഷ്ഠാവകാശത്തെ അല്ലെങ്കിൽ അഭിഷേകത്തെ അലക്ഷ്യമാക്കി കളയാൻ തക്കവണ്ണം നമ്മെ മന്ദതയിലേക്ക് കൊണ്ടിടുന്നു. देखो जो ज्येष्ठ की जो अधिकार जो है उसको हमारे जीवन में न पाए इसीलिए हमको मंद कर हमको रोक देता है। നാം ആ സിംഹാസനത്തിൽ എത്താതെ വണ്ണം ആ നിത്യജീവനെ പ്രാപിക്കാതെ വണ്ണം നമ്മെ പിന്മാറ്റത്തിലേക്ക് തള്ളിയിടുന്നു. परमेश्वर के सिंहासन को हम न पाए, हम लोग पीछे रह जाए, इसको नीचे गिरा देने के लिए हमारे विरुद्ध में लड़ने वाला अमालेक की शक्ति। അഭിഷേകമുള്ളവനെ കൊന്നുകളയുന്നു. अभिषेक व्यक्ति को मार डालता है। അപ്പോൾ ഈ അമാലേക്ക് എന്ന വാക്കിന്റെ അർത്ഥം യുദ്ധപ്രിയൻ എന്നാണ്. और देखो अमालेक की नाम का जो अर्थ यह है कि वो युद्ध को प्रिय करने वाला है। എന്ന് പറഞ്ഞ് ഇനി അടുത്ത വാക്കിന്റെ അർത്ഥം അപഹരിക്കുന്ന ആത്മാവെന്നാണ്. और उसका दूसरा एक अर्थ है कि वो चोरी करके लेके जाने वाला आत्मा है। എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സന്തോഷത്തെ അവൻ അപഹരിക്കും. और देखो आपकी खुशी को चोरी कर लेगा, നിങ്ങളുടെ ആത്മീക നന്മകളെ അവൻ അപഹരിക്കാൻ നോക്കും. आपके आत्मिक खुशियों को, आशीष को वो चोरी कर लेगा। ഇനി അടുത്തത് ഈ വാക്കിന്റെ അർത്ഥം അത് തിന്മയെ ആയുധമാക്കി ഉപയോഗിക്കുന്ന ആത്മാവെന്നാണ്. और एक उसका अर्थ यह है कि वो बुराई को अस्त्र बनाकर हमारे विरुद्ध में उपयोग करेगा। അപ്പോൾ നിങ്ങൾ ഈ ശത്രു ആരെന്ന് മനസ്സിലാക്കി. देखो ये शत्रु कौन है जरा समझ लो। ആ ശത്രു ഏതൊക്കെ മേഖലയിലാണ് പോരാടുന്ന മനസ്സിലാക്കി. ये शत्रु कौन कौन क्षेत्र में हमसे लड़ाई करता है हमने അങ്ങനെയെങ്കിൽ समझा। ഇന്ന് പകലിൽ ഈ പോരാട്ടത്തെ നമുക്ക് എങ്ങനെ ജയിക്കാമെന്ന് ഞാൻ പറയാം. देखो इसीलिए
इस लड़ाई को हम कैसे जीते करके हम सीखेंगे। വിശ്വാസ ജീവിതം ഒരു യുദ്ധക്കളമാണ്. हमारी विश्वास का जीवन जो है एक युद्ध का भूमि है। പൗലോസ് പറയുകയാണ് ഞങ്ങൾ ജഡപ്രകാരം ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിൽ ജഡപ്രകാരം പോരാടുന്നില്ല. और प्रेरित पौलुस कहते हैं कि हम शरीर में चलते हैं लेकिन शरीर के अनुसार लड़ाई नहीं ഞങ്ങളുടെ करते। പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. वो कहते हैं कि हमारा लड़ाई का अस्त्र जो है शारीरिक नहीं है। അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ അഭിഷക്തന്മാരെ നാം മനസ്സിലാക്കണം, അത് ആത്മീക യുദ്ധത്തിന്റെ അകത്ത് നമുക്ക് നമ്മുടെ കരങ്ങൾക്ക്, നമ്മുടെ ശബ്ദത്തിന്, നമ്മുടെ കാലുകൾക്ക് ഇതെല്ലാം പ്രാധാന്യമുണ്ട്. और इसीलिए हमारे प्रियजनों, हालेलुया, हमारे हाथों को, हमारे पैरों को, हमारे आवाज को एक बहुत बड़ा कार्य है। അപ്പൊ ജയവും തോൽവിയും അതേ ബന്ധപ്പെട്ടിരിക്കുന്നത് അതേ ഹല്ലേലൂയ അതേ പർവ്വതത്തിൽ ഉയർന്നു നിൽക്കുന്ന മോശയുടെ കരത്തെ അടിസ്ഥാനപ്പെട്ടാണ്. देखो परमेश्वर वहां पे देखो, वो उस पर्वत के ऊपर में मूसा का हाथ जो उठा हुआ है उसके अनुसार परमेश्वर हमारे लिए कार्य कर रहे हैं। അനുഭവങ്ങളും അറിവൊന്നുമല്ല ജയം നൽകിയത്. ജയം ലഭിച്ചത് പർവ്വതത്തിൽ ഉയർന്നു നിന്ന മോശയുടെ കരത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. देखो वहां पे कोई अनुभव के कारण से या कोई योग्यता के कारण से लड़ाई को जीता नहीं, उस पर्वत के ऊपर में मूसा का उठा हुआ हाथ के कारण से वहां पे उनको जीत അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർന്നിരിക്കുമ്പോൾ അത് നിങ്ങളുടെ ദേശത്ത്, നിങ്ങളുടെ കുടുംബത്തിൽ, അത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ അകത്ത് ദൈവം അസാധാരണമായ ജയം നിങ്ങൾക്ക് കൽപ്പിക്കും. और इसीलिए आपके प्रार्थना के समय में आपके हाथ अगर ऊंचा उठा रहेगा तो आपके परिवार में, आपके व्यक्तिगत जीवन में, आपके कलीसिया में परमेश्वर आपको जय देगा। അതെ ആദ്യമായി തിരിച്ചറിയുക നിങ്ങളുടെ ശത്രു ആരാണ്. इसलिए पहले समझ लो आपका शत्रु कौन है। ശത്രു ആരെന്ന് തിരിച്ചറിഞ്ഞ് അവനെതിരെ ആയുധം ഉപയോഗിക്കുക. इसीलिए शत्रु कौन है पहचान कर उसके विरुद्ध में अपने अस्त्र को चलाओ। മലയാളത്തിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, പാമ്പ് ചെറുതാണെങ്കിലും എടുക്കുന്ന വടി അത് ഉറപ്പുള്ളതായിരിക്കണം. और देखो मलयालम में एक ऐसा शब्द है, कहते हैं सांप अगर छोटा भी हो, लकड़ी जो हम लेते हैं वो बड़ा होना चाहिए। അപ്പൊ ഇവിടെ ഇതാ ഒരു ആത്മീക യുദ്ധം ആരംഭിക്കുകയാണ്. और देखो एक आत्मिक युद्ध आरंभ होता है। അപ്പൊ ഈ ആത്മീക യുദ്ധത്തിന്റെ അകത്ത് അതേ മോശ പർവ്വതത്തിൽ देखो मूसा जो है पर्वत के ऊपर में आत्मिक युद्ध कर रहा है। അതേ താഴ്വരയിൽ ഇതാ ഒരു യോശുവയും തെരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധന്മാരും. देखो तराई में वहां पे जोशुआ और चुना हुआ कुछ अभिषिक्त लोग हैं। പർവ്വതത്തിൽ മോശയുടെ കൂടെ ഒരു അഹരോനും ഹൂരും. और वहां पे पर्वत के ऊपर में मूसा है, हारून है और हूर है। മോശ എന്ന വാക്കിന്റെ അർത്ഥം വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവനെന്നാണ്. मूसा शब्द का अर्थ यह है कि पानी से वो खींच के निकाला गया है। നിങ്ങൾ സ്നാനപ്പെട്ടവരെങ്കിൽ നിങ്ങൾ ഒരു ആത്മീക യുദ്ധത്തിൽ ഏർപ്പെടേണ്ടവരാണ്. देखो आप अगर बपतिस्मा लिए हुए हैं, आपको एक आत्मिक युद्ध में जाना है। അതെ അഹരോൻ എന്ന വാക്കിന്റെ അർത്ഥം വെളിച്ചത്തെ സ്വീകരിച്ചവനെന്നാണ്. हारून शब्द का अर्थ यह है कि रोशनी को जो स्वीकार किया है। എന്ന് പറഞ്ഞ സുവിശേഷത്തിന്റെ വെളിച്ചം നിങ്ങൾ സ്വീകരിച്ചവരെങ്കിൽ നിങ്ങൾക്ക് ഒരു ആത്മീക യുദ്ധമുണ്ട്. आप अगर सुसमाचार की रोशनी को पाया है तो आपको एक आत्मिक युद्ध है। ഹൂർ എന്ന വാക്കിന്റെ അർത്ഥം അഗ്നിജ്വാല എന്നാണ്. ओ हूर शब्द का अर्थ है कि ये अग्नि का ज्वाला है। അഭിഷേകത്തിന്റെ അഗ്നി നിങ്ങൾ വഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു ആത്മീക യുദ്ധം ചെയ്യാനുള്ളവരാണ്. अभिषेक की अग्नि आप अगर लेके चल रहे हैं तो आपको एक आत्मिक युद्ध करना है। യോശുവ എന്ന വാക്കിന്റെ അർത്ഥം വീണ്ടെടുക്കപ്പെട്ടവനെന്നാണ്. जोशुआ नाम का अर्थ यह है कि वो छुटकारा पाया हुआ व्यक्ति है। അങ്ങനെയെങ്കിൽ പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന് യേശു തന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തെങ്കിൽ നമുക്കൊരു ആത്മീക യുദ്ധമുണ്ട്. अगर आपके जीवन में हमारा प्रभु यीशु मसीह वो पाप से, श्राप से, बीमारी से छुड़ाया है तो आपके जीवन में एक आत्मिक युद्ध है। യോശുവയുടെ കൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം വിശുദ്ധന്മാർ യേശു പറയുകയാണ്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തെന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. അങ്ങനെയെങ്കിൽ യേശു നമ്മെ തെരഞ്ഞെടുത്തെങ്കിൽ നമുക്കൊരു ആത്മീക യുദ്ധമുണ്ട്. देखो यीशुआ के साथ में चुना हुआ कुछ संत लोग हैं। अगर हालेलुया प्रभु यीशु मसीह कहते हैं कि मैंने तुम्हें चुना है, तुमने मुझे नहीं चुना है। आप अगर चुना हुआ व्यक्ति है तो आपके जीवन में एक आत्मिक युद्ध है। ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ യുദ്ധത്തിന്റെ അകത്ത് അതേ മോശ പർവ്വതത്തിൽ നിൽക്കുക. देखो ये युद्ध में मूसा पर्वत के ऊपर खड़ा है മോശയുടെ കൂടെ അഹരോനും ഹൂരും. और मूसा के साथ में हारून और हूर है। താഴ്വരയിൽ യോശുവയും തെരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധന്മാരും. तराई में हालेलुया यीशुआ के साथ में कुछ चुने हुए संत लोग। ഈ അണ്ട
5 കൂട്ടർ ഒരുപോലെ നിൽക്കുമ്പോഴാണ് യുദ്ധം ജയിക്കുന്നത്. ये 5 लोग जो है एक साथ जब खड़े हैं युद्ध चल रहा है മോശയുടെ കരം താണാൽ താഴ്വരയിൽ യോശുവ और പരാജയപ്പെടുകയാണ്. मूसा के हाथ जब नीचे जाता है तराई के अंदर में यहोशू जो है लड़ाई में हारने लगता है. അങ്ങനെയെങ്കിൽ അതെ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ അഭിഷക്തനോട് ചേർന്ന് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ദേശത്ത് വലിയ ജയത്തെ കർത്താവ് കൽപ്പിക്കും. इसीलिए अगर है तो मुझे सुनने वाले प्रियजनों, आपके अभिषेक दास के साथ में अगर एक साथ हालेलुया और एक ही मन के साथ अगर खड़े हैं, इस देश में आप जयवंत हो जाओगे. നിങ്ങൾ ഹല്ലേലൂയ, നിങ്ങൾ കൈ ഉയർത്തുമ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ? आप जब हाथ उठाते हैं क्या होता है पता है क्या? അതെ, സങ്കീർത്തനം 141:2 ബൈബിൾ ഇങ്ങനെയാ പറയുന്നത്, भजन संगीत 141 में ऐसा लिखा है, എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എന്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. और मेरा प्रार्थना परमेश्वर के सामने एक धूप के जैसे और मेरा हाथों को उठाना हालेलुया उनके सामने एक बलि जैसे शाम के बलि जैसा हो എന്ന് जाए. പറഞ്ഞാൽ നിങ്ങൾ ദൈവസന്നിധിയിൽ കരം ഉയർത്തുമ്പോൾ അത് ദൈവസന്നിധിയിൽ ഒരു യാഗമായി മാറുകയാണ്. और अब जब परमेश्वर के सामने हाथों को उठाते हैं, परमेश्वर के सामने एक वेदी पर रखा हुआ बलि जैसे हो जाता है. ഹല്ലേലൂയ. ഇനി അടുത്ത ഒരു കാര്യം ഞാൻ പറയാം. और एक चीज बताना चाहता हूं, നിങ്ങൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ आप अपने हाथों को उठा के जब प्रार्थना करते हैं, അത് ന്യായവിധിയെ കൊണ്ടുവരും. वो अब उस समय न्याय को इस संसार पर लेके आएगा. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരം ഉയർത്തി പ്രാർത്ഥിച്ചാൽ അത് ശത്രുവിന്റെ മേൽ ന്യായവിധി കൊണ്ടുവരും. अब अगर हाथ उठा के प्रार्थना करेंगे, शत्रु के विरुद्ध में न्याय लेके आएंगे. നിങ്ങൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അതേ ഹല്ലേലൂയ ദൈവിക ന്യായവിധികൾ മാറിപ്പോകും. ओ आप अगर हाथ उठा के प्रार्थना करेंगे, परमेश्वर की न्याय कुछ लोगों के ऊपर से दूर हो जाएगा. പുറപ്പാട് പുസ്തകത്തിൽ നമുക്കറിയാം, മോശ കൈ ഉയർത്തിയപ്പോൾ അതേ മിസ്രൈമിന്റെ മേൽ ബാധ വന്നെന്ന ബൈബിൾ പറയുന്നത്. और वहां पे हम निर्गमन के किताब में पढ़ते हैं, मूसा ने अपने हाथों को उठा कर जब प्रार्थना किया और मिस्र देश के ऊपर में और वहां पे वो सत्ताव आ गया. അങ്ങനെയെങ്കിൽ നിങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ശത്രുവിന്റെ മേൽ ദൈവിക ന്യായവിധി വീഴും. ओ ऐसा अगर है आप हाथ उठा के प्रार्थना करेंगे, शत्रु के ऊपर में परमेश्वर के न्याय पड़ेगा. അവൻ വീണ്ടും കൈ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ബാധ മിസ്രൈമിൽ നിന്ന് നീങ്ങിപ്പോയി. അങ്ങനെയെങ്കിൽ നിങ്ങൾ കരം ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ചില ദൈവിക ന്യായവിധികൾ മാറിപ്പോകും. और ऐसा अगर है वचन में पढ़ते हैं, मूसा फिर से अपने हाथ उठा के जब प्रार्थना किया और वहां पे जो सत्ताव जो है दूर हो गया. आप अगर अपने हाथों को उठाकर फिर से प्रार्थना करेंगे, कुछ लोगों के ऊपर से परमेश्वर के न्याय दूर हो जाएगा. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ കരം ഉയർത്തി പ്രാർത്ഥിക്കുന്ന ദൈവിക ന്യായവിധികളെ കൊണ്ടുവരുന്നതാണ്. और आप जब हाथ उठा के प्रार्थना करेंगे, परमेश्वर के न्याय संसार पर आता है. അത് നിങ്ങൾ കരം ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക ന്യായവിധികൾ മാറിപ്പോകും. और फिर से आप हाथ उठा के प्रेयर करेंगे तो आप परमेश्वर का कुछ न्याय विधि जो है दूसरे लोगों के ऊपर से चले जाएगा. മോശ എങ്ങനെയാ മോശ പർവ്വതത്തിൽ കരം ഉയർത്തിയപ്പോൾ യോശുവ താഴ്വരയിൽ ജയിച്ചു. और देखो मूसा जब अपने हाथ उठाकर प्रेयर करते हैं तो हम देखते हैं कि वो यहोशू जो है तराई पर जीतने लगता है. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ വചനമാകുന്ന വടി കയ്യിലെടുത്ത് പ്രാർത്ഥന മുറിക്കകത്ത് നാം കയറണം. इसीलिए इन दिनों में वचन जो लाठी जो है लेकर अपने प्रार्थना के कमरे में घुसना है. അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്കകത്ത് കയറുന്ന ഒരുവന്റെ ആയുധമാണ് അവന്റെ മുഴങ്കാൽ. और प्रार्थना के अंदर घुसने वाले और एक व्यक्ति का जो अस्त्र है अपने घुटने. നിങ്ങൾ മുഴങ്കാലിൽ ഇരുന്ന് കരമുയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ അതേ അസാധാരണമായ ഒരു ഉണർവിന് വേണ്ടി ദൈവം നിങ്ങളെ പുറത്തെടുത്തിരിക്കും. आप घुटने पे बैठकर हाथ उठाकर अगर प्रार्थना करेंगे, असाधारण तरीके का बेदारी के लिए आपको इस्तेमाल करेंगे. ഹല്ലേലൂയ, ഹല്ലേലൂയ. हालेलुया. നിങ്ങൾ മുഴങ്കാലിൽ ഇരിക്കുന്നതിനും കരമുയർത്തുന്നതിനും ഒക്കെ വലിയ ആത്മീക അർത്ഥങ്ങളുണ്ട്. आपके घुटने पर बैठना, हाथों को उठाना, उसमें बड़ी बड़ी आत्मिक सच्चाई है. ഹല്ലേലൂയ. അതെ, ഈ മോശ കരമുയർത്തി നിൽക്കുന്നത് കണ്ട യോശുവ അതെ പിന്നീട് ഹായ് പട്ടണത്തിന് നേരെ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ബൈബിൾ പറയുകയാണ്, അതെ ഹായ് പട്ടണത്തെ ഉന്മൂല നാശമാക്കും വരെ അതെ യോശുവ കുന്തമേന്തിയ കൈ എന്ത് ചെയ്തു, ഉയർത്തി നിന്നു. देखो हम जानते हैं कि यही जो मूसा ने जो दिखाया दृष्टांत के तरीके से, यहोशू बाद में हाई के जो नगर को लड़ाई करने के लिए जब गया, यहोशू ने अपने हाथों को उठाकर जब तक परमेश्वर वहां पे उनको जय नहीं देता अपने हाथों को उठा के रखा. അതുകൊണ്ട് സ്പെഷ്യലി നിങ്ങൾ അത് ലീഡേഴ്സ് ആയിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥന മുറിക്കകത്ത് മുഴങ്കാലിൽ ഇരുന്നുള്ള പ്രാർത്ഥന, കരമുയർത്തിയുള്ള പ്രാർത്ഥന, ഇതിനെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം.
इसीलिए यहाँ पर लीडरशिप में रहने वाले सारे लोग जो है अपने प्रार्थना के कमरे में घुटने पर बैठ के जो प्रार्थना, हाथों को उठा के जो प्रार्थना है, हर वक्त इसका अभ्यास रखना है। ബൈബിൾ പറയുകയാണ് അതേ ഹായ് പട്ടണത്തെ ഉന്മൂല നാശമാക്കും വരെ യോശുവ കുന്തമേന്തിയ കൈ പിൻവലിച്ചില്ല. और वहां पे वचन कहता है कि जब तक परमेश्वर ने हाई का वो नगर को उनके हाथों में नहीं दिया, तब तक उन्होंने भाला उठाकर जो हाथ ऊंचा रखा था उसको कभी नीचे नहीं लाया। എന്ന് പറഞ്ഞാൽ അത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചല്ല, അവന്റെ ജീവിതത്തിന്റെ അകത്ത് അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അവൻ അനുഭവം ഉണ്ടായിരുന്നു. और देखो एक दिन में वो हुआ नहीं, वो यहोशू का जीवन में वो जो एक्सपीरियंस हुआ था, जो अनुभव हुआ था, उसी से वो कर रहा था। അങ്ങനെയെങ്കിൽ കരമുയർത്തി പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറണം. इसीलिए हाथ उठाकर प्रार्थना करने का जो अनुभव जो है हमारे जीवन में एक जीवन का एक अनुभव जैसे होना चाहिए। അതുപോലെ തന്നെ മുഴങ്കാലിരിക്കുക. ऐसा ही है घुटने पर बैठना। നിങ്ങൾ ഈ ലോക രാഷ്ട്രങ്ങളിൽ ഉണർവിന് വേണ്ടി ദൈവം ഉപയോഗിച്ച അഭിഷക്തന്മാരെ എല്ലാം ഒന്ന് എടുത്ത് പഠിക്കണം. देखो हमारे संसार में इतिहास में घूम के अगर देखेंगे, परमेश्वर जिन लोगों को बेदारी के लिए इस्तेमाल किया, वो सारे परमेश्वर के दास लोगों को जरा देखना है। അവരുടെ വസ്ത്രധാരണം വ്യത്യസ്തമായിരുന്നു, उनका कपड़े का पहनाव अलग था, അവരുടെ ഭാഷ വ്യത്യസ്തമായിരുന്നു, उनका भाषा अलग था, അവരുടെ ഭക്ഷണ രീതി വ്യത്യസ്തമായിരുന്നു. उनका खाने का तरीका अलग था। പക്ഷേ അവരിലെല്ലാം ഒരുപോലെ നിന്നൊരു കാര്യം ഉണ്ടായിരുന്നു. लेकिन वो सब में एक चीज जो एक जैसा था, അവരെല്ലാം ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് മുഴങ്കാലിൽ ഇരിക്കുന്നവരായിരുന്നു. वो सारे लोग जो है परमेश्वर की उपस्थिति के अंदर में घुटने पर बैठने वाले लोग थे। ഹല്ലേലൂയ. നിങ്ങൾ ലോകരാജ്യത്തെ തിരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് മുഴങ്കാലിൽ ഇരിക്കുന്നവരായിരിക്കണം. इसीलिए आप अगर संसार के राज्यों को बदलने के लिए आप आग्रह रखते हैं, परमेश्वर के उपस्थिति में घुटने पर बैठने के लिए अनुभव रखना है। നിങ്ങൾ മുഴങ്കാലിൽ ഇരുന്നാൽ എന്താ സംഭവിക്കുന്നത്? आप घुटने पे बैठेंगे तो क्या होगा? രേഖ വിപരീതമായെന്ന് കണ്ടപ്പോൾ ഒരു ദാനിയേൽ മുഴങ്കാലിൽ ഇരുന്നു. देखो हालेलुया, उनके विरुद्ध में हालेलुया लिखाई आया है करके पता चला, तो दानियल जो है घुटने पर बैठा। അവൻ മുഴങ്കാലിൽ ഇരുന്നപ്പോൾ വിപരീതമായിരുന്ന രേഖ അനുകൂലമായി തിരിഞ്ഞു. वो उसके विपरीत में, उसके विरुद्ध में आया हुआ जो लिखावट था वो फिर से अनुकूल हो गया। അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് വിപരീതമായി നിൽക്കുന്ന, നിങ്ങളുടെ ശുശ്രൂഷകൾക്ക് വിപരീതമായി നിൽക്കുന്ന അതേ രേഖകൾ തിരിയണമോ, നിങ്ങൾ ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് മുഴങ്കാലിൽ ഇരിക്കുന്നവരായി മാറണം. ऐसा अगर है तो आपके विरुद्ध में, आपकी सेवकाई के विरुद्ध में अगर कोई लिखावट है, कोई विरुद्ध में खड़ा है, वो अगर अनुकूल होना है तो आपको घुटने पर बैठना है। അതെ ബൈബിൾ എന്താണ് പറയുന്നത്? और बाइबल क्या कहता है? യെശയ്യാ 35:3 തിരുവചനം പറയുകയാണ്, തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പിൻ. एशिया 35:3 में ऐसा लिखा हुआ है, जो थका हुआ घुटने को बलवंत करो। हालेलुया, आपके जो आंठू जो है ढीला बढ़ गया है, उसको बलवंत करो। അപ്പോൾ നിങ്ങൾക്ക് എതിരായി നിൽക്കുന്ന, നിങ്ങൾക്ക് വിപരീതമായി നിൽക്കുന്ന രേഖകൾ അനുകൂലമാകണമോ, നിങ്ങൾ മുഴങ്കാലിൽ ഇരിക്കണം. आपके विरुद्ध में अगर कोई लिखावट चल रहा है, उसको अगर अनुकूल करना है, आपको घुटने पे बैठना है। നിങ്ങൾക്ക് വിപരീതമായി നിൽക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ പോകരുത്. आपके विरुद्ध में अगर कोई व्यक्ति खड़ा है, आप सीधी तरीके से लड़ाई करने मत जाओ। നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് ആ വ്യക്തിയുടെ പേരെഴുതി അതേ തറയിലിട്ട് നിങ്ങൾ മുഴങ്കാലിൽ നിന്ന് അന്യഭാഷ പറയുക. അതേ ദൈവം കാര്യം നിങ്ങൾക്ക് വേണ്ടി തിരിക്കും. और आपके प्रार्थना के घर के, प्रार्थना के कमरे के अंदर घुस जाओ, उस व्यक्ति का नाम एक पर्ची पे लिख के रखो, घुटने पे बैठ के अन्य भाषा बोलना आरंभ करो, प्रार्थना करने आरंभ करो, परमेश्वर हर चीज अनुकूल कर देगा। അത് വിപരീതമായിരിക്കുന്ന രേഖകളെ കർത്താവ് അനുകൂലമായി തിരിക്കും നിങ്ങൾ മുഴങ്കാലിൽ ഇരുന്നാൽ. आप विपरीत में, विरुद्ध में जो लिखावट है, परमेश्वर उसको अनुकूल कर देगा, आप अगर घुटने पे बैठेंगे। മുഴങ്കാലിൽ ഇരിക്കുന്നത് താഴ്മയുടെ ചിഹ്നമാണ്. ओ घुटने पर बैठना ये नम्रता का चिन्ह है। ശലോമോൻ രാജാവ് സർവ്വസഭയുടെ മുമ്പിൽ ഒരു പീഠമുണ്ടാക്കി അത് ജനത്തിന്റെ മുമ്പിൽ മുഴങ്കാലിൽ ഇരുന്നു. देखो सुलेमान राजा जो है सारे लोगों के सामने एक पीठ बनाकर अपने घुटने पर बैठा। ഹല്ലേലൂയ. അവൻ മുഴങ്കാലിലിരുന്ന് കരമുയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. अब घुटने पर बैठकर अपने हाथों को उठाकर परमेश्वर को सामने प्रार्थना किया। അവൻ പ്രാർത്ഥന കഴിഞ്ഞ് മുഴങ്കാലിൽ നിന്ന് എഴുന്നേറ്റു. वो प्रार्थना खत्म कर कर घुटने से वो सीधा खड़ा हुआ। എന്താ സംഭവിച്ചെന്നറിയാവോ? आपको पता है क्या हुआ? അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ അത് ദൈവാലയത്തിൽ ദൈവ മഹത്വം
മഹത്വം നിറഞ്ഞെന്ന് ബൈബിൾ പറയുകയാണ്. ओ वचन कहता है कि वो प्रार्थना करके जब उठकर खड़ा हो गया, परमेश्वर के मंदिर के अंदर में परमेश्वर की महिमा उतर के आ गया। ആലയം അത് ദൈവ മഹത്വം കൊണ്ട് നിറഞ്ഞു. ओ उस देवालय जो है परमेश्वर की महिमा से भर गया। അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് ദൈവ മഹത്വം നിറയണമോ, നിങ്ങളുടെ ദേശത്ത് ദൈവ മഹത്വം നിറയണമോ, നിങ്ങൾ ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് മുഴങ്കാലിൽ ഇരിക്കുന്നവരായി മാറണം. ऐसा अगर है तो आपके घर के अंदर में, आपके कलीसिया के अंदर में, आपके देश के अंदर में परमेश्वर की महिमा अगर प्रकट होना है तो आपको अपने कमरे के अंदर में परमेश्वर की उपस्थिति के सामने घुटने टेकना है। 2 ദിനവൃത്താന്തം 7:1 ബൈബിൾ പറയുകയാണ്. सेकंड क्रॉनिकल 7:1 बाइबल सेज. दूसरी इतिहास 7:1 में ऐसा कहता है. അതെ ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തുനിന്ന് തീയിറങ്ങി ഹോമയാഗം ദഹിപ്പിച്ചു. അങ്ങനെയെങ്കിൽ ആത്മാവിന്റെ ഒരു അഗ്നി നിങ്ങളുടെ മേൽ പകരപ്പെടണോ, നിങ്ങൾ ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് അതെ മുഴങ്കാൽ മടക്കുന്നവരാകണം. देखो सुलेमान जब प्रार्थना खत्म किया, ओ आकाश से, ओ स्वर्ग से परमेश्वर का अग्नि उतर के आया और वेदी के जो रखा हुआ था उसको जला दिया. आपके ऊपर में अगर परमेश्वर का एक अग्नि प्रकट होना है तो अपने घुटने पे बैठो. കുടുംബത്തിൽ, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ ദേശത്തിൽ നിങ്ങൾ ദൈവ മഹത്വം കാണാൻ ആഗ്രഹിക്കുന്നവരെങ്കിൽ നിങ്ങൾ ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് മുഴങ്കാലിൽ ഇരിക്കുന്നവരാകണം. आपने घुटने पर आपके परिवार के अंदर में, आपके जीवन के अंदर में ओ परमेश्वर की महिमा देखना चाहते हो तो आपको परमेश्वर की उपस्थिति में घुटने पर बैठना है. അതെ 1 രാജാക്കന്മാർ 8:54 ബൈബിൾ പറയുകയാണ്, അവൻ ഇങ്ങനെ മുഴങ്കാലിൽ ഇരിക്കുന്നത് അതെ നിർത്തി എഴുന്നേറ്റു. അതെ അവൻ കരമുയർത്തി അതെ നിൽക്കുന്നത് മതിയാക്കി അവൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സർവ്വസഭയെയും അനുഗ്രഹിച്ചു. और वहां पे देखो पहला राजा में देखते हैं कि सुलेमान जो है वो प्रार्थना खत्म किया, वो सीधा खड़ा हो गया और वहां पे वो सारे लोगों को हाथ उठाकर आशीष करते हैं. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹം ആ വ്യക്തിയുടെ തലമേൽ പോയി തങ്ങണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്നവരാകണം. आप अगर किसी व्यक्ति को आशीष करना चाहते हैं, आपका आशीष एक व्यक्ति के सर पर अगर बैठना है तो आप अपने घर के अंदर में परमेश्वर की उपस्थिति के सामने घुटने टेकने वाले होना चाहिए. हालेलुया. എന്തുകൊണ്ടാണ് ഈ അഭിഷക്തന്മാർ നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ അനുഗ്രഹം നിങ്ങളുടെ തലമേൽ വന്ന് നിൽക്കുന്നത്? देखो अभिषेक दास लोग जब आपको आशीषित करते हैं, उनका आशीष आपके सर पे आकर बैठता क्यों है? എന്തുകൊണ്ടാണ് അഭിഷക്തന്മാർ വഴി തുറക്കട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വഴി തുറന്നു വരുന്നത്? अभिषेक दास लोग कहते हैं आपके लिए रास्ता खुल जाए करके बोले तो आपके लिए रास्ता क्यों खुलता है? കാരണം അവർ ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് മുഴങ്കാലിൽ ഇരിക്കുന്നവരാണ്. क्योंकि आप उन लोग जो है परमेश्वर की उपस्थिति के अंदर में वो घुटने पर बैठने वाले लोग हैं. അങ്ങനെയെങ്കിൽ നിങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ മുഴങ്കാലിൽ ഇരിക്കുന്നവരെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തിയെ നോക്കി അതെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ മേൽ ദൈവിക അനുഗ്രഹം വീഴും. अगर ऐसा है, आप अगर घुटने पर बैठने वाले हैं, परमेश्वर की उपस्थिति के सामने बैठने वाले हैं, एक व्यक्ति को आप अगर आशीषित करेंगे तो वो आशीषित हो जाएगा. ഇനി അത് മാത്രമല്ല, നമുക്കറിയാം രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ और दूसरी एक बात है जो राजाओं की किताब में देखते हैं, ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യാൻ കയറിപ്പോയി. आहाब जो है वो खाना खाकर वो आगे जाता है. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി അവൻ മുഴങ്കാലുകൾക്കിടയിൽ തലവെച്ചു. एलाइजा जो है वो पर्वत के ऊपर जाकर अपने घुटनों के बीच में अपने सर रखकर प्रार्थना करता അവൻ है. പ്രാർത്ഥിക്കാൻ തുടങ്ങി. वो प्रार्थना करता है. ആ പ്രാർത്ഥനയിൽ എന്താ സംഭവിച്ചത്? वो प्रार्थना में क्या होता है? 3.5 വർഷം അടഞ്ഞു കിടന്ന ആകാശത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടു. और 3.5 साल से जो बारिश का बंद हो गया था, स्वर्ग का जो दरवाजा बंद था, वो उस दिन जो है खुल गया. ഹല്ലേലൂയ, ഹല്ലേലൂയ. हालेलुया. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കപ്പെടണോ, നിങ്ങൾ പ്രാർത്ഥനയ്ക്കകത്ത് മുഴങ്കാലിൽ ഇരിക്കുന്നവരായി മാറണം. और इसीलिए आपका जीवन में अगर कोई दरवाजा बंद पड़ा है, आप लोग परमेश्वर के सामने घुटने पे अगर बैठेंगे तो वो दरवाजे खुल जाएंगे. നിങ്ങൾ പ്രാർത്ഥനയ്ക്കകത്ത് കയറി ചെല്ലുന്നവരെങ്കിൽ, നിങ്ങൾ ദൈവ സാന്നിധ്യത്തിനകത്ത് മുഴങ്കാലിൽ ഇരിക്കുന്നവരെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു വഴിയും അടയത്തില്ല. आप अगर प्रार्थना में बैठने वाले लोग हैं, परमेश्वर की उपस्थिति में बैठने वाले लोग हैं, घुटने पर बैठने वाले लोग हैं, आपके सामने कोई दरवाजा बंद नहीं होगा. ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. हालेलुया. ഇനി മറ്റൊരു
ഒരു അസാധാരണമായ ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഒരു പ്രാർത്ഥിക്കാം. असाधारण एक बात बोलकर मैं जल्दी से प्रार्थना करना चाहता നിങ്ങൾ हूँ. അസാധാരണമായ ഒരു ദൈവ പ്രവൃത്തി കാണാൻ ആഗ്രഹിക്കുന്നവരാണോ? आप क्या चाहते हैं कि आपके जीवन के अंदर में परमेश्वर का एक असाधारण कार्य प्रकट हो जाए? നിങ്ങൾ ഒരു അത്ഭുതം കാണാൻ ആഗ്രഹിക്കുന്നവരാണോ? एक अद्भुत कार्य आपके जीवन में देखना चाहते हो? അങ്ങനെയെങ്കിൽ നിങ്ങൾ മുഴങ്കാലിൽ ഇരിക്കുന്നവരായിരിക്കണം. अगर ऐसा है तो आप घुटने पर बैठने वाले होना चाहिए. അതെ, ലുദ്ദയിൽ അത് യോപ്പയിൽ തബീത എന്ന് പേരുള്ള ഒരു ബാല്യക്കാരി ഉണ്ടായിരുന്നു. योपा में तबीता नाम की एक स्त्री थी. ആ ബൈബിൾ പറയുകയാണ്, बाइबल कहता है അതെ അവൾ യൗവന പ്രായത്തിൽ മരിച്ചു. वो यौवन में या युवक समय में वो मर जाती है. അതെ യോപ്പ, അതെ ഈ ലുദ്ദ ലുദ്ദയ്ക്ക് സമീപമാണ്. योपा जो है ലുദ്ദ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ്. लुद्दा नाम के जगह के निकट में है. ഈ ലുദ്ദയിൽ പത്രോസ് എന്ന് പറയുന്ന അപ്പോസ്തലൻ ഉണ്ടെന്ന് അവർക്ക് അറിവ് കിട്ടി. वहाँ पे लुद्दा में पत्रस जो प्रेरित पत्रस है वहाँ पर है कर लोगों को पता चला. അവരാളയച്ച് പത്രോസിനെ വിളിപ്പിച്ചു. लोगों को भेजकर पत्रस को बुलाया. അവര് പത്രോസ് ഹല്ലേലൂയ ഈ യോപ്പയിലേക്ക് വന്നു. पत्रस जो है योपा में आते हैं അതെ, പത്രോസ് യോപ്പയിൽ വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ എല്ലാം പുറത്താക്കി. और योपा में पत्रस आकर जितने लोग रो रहे थे उनको बाहर निकाल दिया. അനക്കമറ്റ് കിടക്കുന്ന, നിർജീവമായി കിടക്കുന്ന, ചലിക്കാതെ കിടക്കുന്ന ഹല്ലേലൂയ തബീതയുടെ ശവശരീരത്തിന്റെ അരികിൽ പത്രോസ് മുഴങ്കാലിൽ ഇരുന്നു. ओ तबीता का शव जो वहाँ पे पड़ा हुआ था वो नहीं हिल रहा था, उसमें कोई जीवन नहीं था, वो मरा पड़ा हुआ शरीर के निकट में ओ पत्रस आकर अपने घुटने टेकता है. അവൻ മുഴങ്കാലിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. वो घुटने पर बैठकर प्रार्थना करता है. അതിനുശേഷം അവൻ ശവശരീരത്തിന്റെ നേരെ തിരിഞ്ഞു. और उसके बाद में वो शव के जो शरीर है उसकी ओर वो घूम गया. ഒറ്റ വിളിയ, തബീതയെ എഴുന്നേൽക്ക, തബീതയെ എഴുന്നേൽക്ക. एक ही बार में वो पुकार के बोलता है ओ तबीता तू उठ के खड़े हो जा. അതെ, അനക്കമറ്റ് കിടന്ന, നിർജീവമായി കിടന്ന, ചലിക്കാതെ കിടന്ന ശവശരീരം അതെ പത്രോസിന്റെ വിളിക്കകത്ത് എഴുന്നേറ്റെന്നെങ്കിൽ ഇന്ന് പകല് മുഴങ്കാലിലിരിക്കുന്ന അഭിഷക്തന്മാരെ, ദൈവജനമേ, അത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് അസാധാരണമായ ദൈവപ്രവർത്തികളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. देखो ओ परमेश्वर पत्रस के घुटने का बैठने के बाद में उनके पुकार पर अगर मरा हुआ, निर्जीव पड़ा हुआ उस शव का शरीर अगर खड़ा हुआ है तो आप लोग जो है परमेश्वर के लोग हैं. आपके प्रार्थना के सामने, आपके घुटने के सामने मरा हुआ बात उठ के खड़ा हो जाएगा. ഹല്ലേലൂയ. ചലിക്കാതെ കിടക്കുന്നത് ചലിപ്പിക്കുന്നതാണ് ഭക്തന്റെ മുഴങ്കാലിലുള്ള പ്രാർത്ഥന. और जो चलता नहीं है उसमें चलन लाने वाला है वो एक भक्त का घुटने पर बैठने वाला प्रार्थना. നിർജീവ വിഷയങ്ങളെ ചലിപ്പിക്കുന്നതാണ് ഭക്തന്റെ മുഴങ്കാലിലുള്ള പ്രാർത്ഥന. और निर्जीव विषय के अंदर में जीवन प्रदान करने वाला है एक भक्त व्यक्ति का घुटने का प्रार्थना. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന മുറിക്കകത്ത് നിർജീവമായി കിടക്കുന്ന ചില വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് ചലിപ്പിക്കും. अगर ऐसा है तो आपके प्रार्थना का कमरे के अंदर में जो मरा पड़ा हुआ कुछ विषय है उसको पवित्र आत्मा आपके घुटने पर बैठने അതെ, സാധ്യതയില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾ മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെ അത് ചലിക്കുമെന്ന് ആത്മാവ് നിങ്ങളെ നോക്കി പ്രവചിക്കുക. ओ आज के दिन में हालेलुया आप घुटने के बैठने के कारण से जो निर्जीव पड़ा हुआ व्यक्ति है आप लोग के जीवन में वो फिर से जीवित हो जाएगा. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഹല്ലേലൂയ ആത്മീക യുദ്ധത്തിന്റെ അകത്ത് ഹല്ലേലൂയ ആത്മാവിൽ പോരാടുന്നവരായി ഇതിന്റെ അകത്തിരിക്കുന്ന ദൈവജനം മാറട്ടെ. ओ इसीलिए हम लोग आत्मिक युद्ध के अंदर में लड़ाई करने वाला परमेश्वर के लोग घुटने पर बैठना चाहिए. ഹല്ലേലൂയ. हालेलुया. അപ്പൊ ഈ ആത്മീക ഈ സർവായുധ വർഗം ധരിക്കുന്നതിന് മുന്നമേ നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. इसीलिए ये आत्मिक युद्ध में जाने से पहले परमेश्वर के सारे युद्ध के अस्त्र शस्त्र पहनने से पहले हमको एक बात करना है. എന്താ ചെയ്യേണ്ടത്? हमको क्या करना है? എന്താ ബൈബിൾ പറയുന്നത്? बाइबल क्या कहता ഈ है? സർവായുധ വർഗം ധരിക്കാൻ ബൈബിൾ പറയുമ്പോൾ ഇത് ധരിക്കുന്നതിന് മുമ്പേ നാം എന്താ ചെയ്യേണ്ടത്? वो हमारे परमेश्वर के सारे युद्ध के अस्त्र शस्त्र पहनने से पहले बाइबल क्या कहता है हमको क्या करना है? ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ശക്തിയില്ലാത്തൊരുവന് സർവായുധ വർഗം
വർഗം ധരിച്ചതുകൊണ്ട് കാര്യമില്ല. ആത്മാവിന്റെ ശക്തിയുള്ള ഒരുവൻ സർവായുധ വർഗം ധരിച്ചു നിൽക്കുമ്പോൾ ശത്രു പരാജയപ്പെടുവാനായിട്ടിടയാകും. इसीलिए वचन कहता है कि प्रभु यीशु मसीह में और पवित्र आत्मा में हमको बलवंत हो जाना है. प्रेज द लॉर्ड. अगर बल हम नहीं प्राप्त करते हैं तो युद्ध अस्त्र शस्त्र पहनने से कोई फायदा नहीं. എനിക്ക് ശക്തി ഇല്ലെങ്കിൽ എന്റെ കൈ വാൾ കിട്ടിയോണ്ട് വല്ല കാര്യമുണ്ടോ? अगर हमारे हाथ में तलवार है, हमारे पास बल नहीं है तो कैसे चलाएंगे? അതെ, ഇരുമ്പായുധം ഉണ്ട്, പക്ഷെ മൂർച്ചയില്ലെങ്കിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? जिस तरीके से लोहे का अस्त्र है लेकिन अगर उसके अंदर में धार नहीं है तो क्या फायदा? ഇന്ന് പകൽ അഭിഷേകത്തിലൂടെ കേട്ടില്ലേ, അതെ, കൊല്ലാൻ ഇല്ലെങ്കിൽ ആയുധം കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? आज सुबह हम लोग ने परमेश्वर से दास सुना, अगर लोहार नहीं है तो कोई आयुध से या कोई अस्त्र शस्त्र से क्या फायदा? അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഈ ആയുധം ഉപയോഗിക്കുന്നവൻ ഈ ആയുധം ഉപയോഗിക്കുന്നതിന് മുന്നമേ ആത്മാവിൽ ശക്തിപ്പെടണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. इसीलिए आज दोपहर के समय में पवित्र आत्मा चाहता है कि जिनके हाथ में अस्त्र है, अस्त्र को चलाने से पहले आपको पवित्र आत्मा में बलवंत होना है. അതുകൊണ്ട് ഇന്ന് പകലിൽ അതെ മുഴങ്കാലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, കരമുയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം അഭിഷക്തന്മാരെ ആത്മാവ് ഇതിന്റെ അകത്ത് എഴുന്നേൽപ്പിക്കട്ടെ. इसीलिए आज दोपहर के समय में वो अपने घुटने पर बैठने वाला, हाथ उठाकर प्रार्थना करने वाला कुछ अभिषिक्त दासों को परमेश्वर इस झुंड से खड़ा करे. ഹല്ലേലൂയ. നിങ്ങൾ കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അമാലേക്യ ശക്തികൾ പരാജയപ്പെടും. നിങ്ങൾ കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അതെ ഹായി പട്ടണം പിടിക്കപ്പെടും. आप जब हाथ उठाकर प्रार्थना करेंगे अमाले की शक्ति जो है पराजित हो जाएंगे. आप जब हाथ उठाकर प्रार्थना करेंगे हाई के नगर जो है आपके अधीन में आ जाएगा. നിങ്ങൾ മുഴങ്കാലിൽ ഇരിക്കുമ്പോൾ രേഖകൾ അനുകൂലമായി തിരിയും. आप घुटने पे बैठेंगे आपके विरुद्ध में लिखा हुआ लिखावट वो बदल जाएगा. നിങ്ങൾ മുഴങ്കാലിൽ ഇരിക്കുമ്പോൾ സ്വർഗീയ അഗ്നി അതെ അതിന്റെ മഹിമയോടെ നിങ്ങളുടെ മേൽ വെളിപ്പെടും. आप घुटने पे जब बैठेंगे स्वर्ग का अग्नि महिमा के साथ आपके सामने प्रकट हो जाएगा. നിങ്ങൾ മുഴങ്കാലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെ നിങ്ങൾ ഒരു വ്യക്തിയെ നോക്കി അനുഗ്രഹിച്ചാൽ അനുഗ്രഹം അവന്റെ മേൽ പോയി തങ്ങും. आप घुटने पे अगर प्रार्थना करेंगे आप एक व्यक्ति को आशीष करेंगे, वो आशीष उसके ऊपर में बैठ जाएगा. നിങ്ങൾ മുഴങ്കാലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിർജീവമായി കിടക്കുന്ന മേഖലയ്ക്കകത്ത് ദൈവിക ചലനം വ്യാപരിക്കും. आप अगर घुटने पे प्रार्थना करेंगे मरा हुआ विषय जो है फिर से जीवित हो जाएगा. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഒരു തീരുമാനത്തെ നാം എടുക്കുന്ന പകലായി ഇന്ന് പകൽ മാറട്ടെ. इसीलिए आज दोपहर के समय में एक निर्णय लेने का समय है. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. ചന്ദ്രയോഗിയായ ഒരു മകന്റെ പിതാവ് യേശുവിന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി. और देखो एक पिताजी जिनका बेटा के ऊपर में एक पागलपन का एक आत्मा था, वो प्रभु यीशु मसीह के सामने घुटना टेका. ആ മുട്ടുകുത്തി അവൻ അത് യാചിച്ചപ്പോൾ അവന്റെ മകന് സൗഖ്യം വന്നെന്ന് ബൈബിൾ പറയുക. ओ वचन कहता है कि वो घुटने टेक कर प्रभु यीशु मसीह के सामने जब प्रार्थना किया प्रभु यीशु मसीह ने उनको छुटकारा दिया. അങ്ങനെയെങ്കിൽ തലമുറകളുടെ സൗഖ്യത്തിനു വേണ്ടി അല്ലെ നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി നാം മുഴങ്കാൽ മടക്കിയേ മതിയാകൂ. अगर ऐसा है तो हमारे संतानों के, हमारे बच्चों की छुटकारा के लिए, ओ नाश की ओर जाने वाला हमारे आसपास पड़ोसियों के लिए अपने घुटने पर बैठना हमारा जरूरत है. നാം മുഴങ്കാൽ മടക്കിയാൽ അസാധാരണമായ കാര്യങ്ങളെ ദൈവം നമ്മിലൂടെ ചെയ്യും. अगर हम घुटने टेकेंगे असाधारण तरीके के कार्य परमेश्वर करेंगे. ഹല്ലേലൂയ. 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 അസാധാരണമായ ദൈവ മഹത്വം അത് നമ്മുടെ ദേശത്ത് ഇറങ്ങും. ओ परमेश्वर की महिमा हमारे देश में प्रकट हो जाएगा. ഹല്ലേലൂയ. വലിയൊരു ഉണർവ് നമ്മുടെ ദേശത്ത് വ്യാപരിക്കും. बहुत बड़ा एक जागरण, हालेलुया, बहुत बड़ा एक बेदारी हमारे देश में प्रकट होगा. അതുകൊണ്ട് ഇന്ന് പകലിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ഞാൻ ഇന്ന് മുതൽ മുഴങ്കാലിൽ ഇരിക്കും. आज क्या आप एक निर्णय ले सकते हैं? आज से मैं घुटने पर बैठूंगा. എന്റെ പ്രാർത്ഥനാ മുറിയിൽ 5 മിനിറ്റ് എങ്കിൽ 5 മിനിറ്റ്, 10 മിനിറ്റ് എങ്കിൽ 10 മിനിറ്റ് ഞാൻ ഇന്ന് മുതൽ മുഴങ്കാലിൽ ഇരിക്കും. ओ आज मेरे प्रार्थना के कमरे में 5 मिनट हो सकता है, 10 मिनट हो सकता है, जितना अब से हो सकता है मैं अपने प्रार्थना के कमरे के अंदर में घुटने पर बैठूंगा. क्या आप निर्णय ले सकते हैं? അതെ, ഞാൻ ഇന്ന് മുതൽ കരമുയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങും. मैं आप लोग के लिए हाथ उठाकर प्रार्थना करूंगा. അതെ, ഞാൻ കരമുയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങും. मैं हाथ उठाकर प्रार्थना करूंगा. അങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥനാ രീതികൾ മാറുമ്പോൾ നിങ്ങൾ അസാധാരണമായ ദൈവപ്രവൃത്തികളെ കാണും. आपके प्रार्थना के तरीके जब बदलने लगेंगे असाधारण तरीके का परमेश्वर की महिमा प्रकट होने लगेंगे. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ നടയട്ടെ. सारे लोग अपने आंखों को बंद करें. ഹല്ലേലൂയ. ഒരു തീരുമാനത്തിലേക്ക് ഇന്ന് പകൽ വരട്ടെ. एक निर्णय में हम लोग सब पहुंच जाए. അതെ, പ്രാരംഭ
പ്രാരംഭ പകലിൽ നാം കേട്ടു അനുകൂലമായ ഒരു കാലാവസ്ഥയെ സൃഷ്ടിക്കുന്നവരായി നാം മാറുക. आज सुबह के समय हमने सुना कि हमारे अनुकूल एक वातावरण को सृष्टि करने वाले हम होना അത് चाहिए. സ്വപ്നത്തെ വഹിക്കുന്നവരായി നാം മാറുക. स्वप्न को अपने ऊपर वाहन करके जाने वाला होना चाहिए. സ്വപ്നമുള്ളവരുമായി മാത്രം നാം ബന്ധപ്പെടുക. और जो सपने हैं उनके साथ में हमारा संबंध होना चाहिए. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ അതെ ഇന്ന് ഈ സമയം ഞാൻ പറയുകയാണ്, അങ്ങനെ സ്വപ്നമുള്ള അതെ അനുകൂലമായ ഒരു കാലാവസ്ഥയെ സൃഷ്ടിക്കുന്ന ഒരുവൻ അവന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ആത്മീക യുദ്ധത്തിന്റെ അകത്ത് ഏർപ്പെടുക. ऐसा आत्मिक वातावरण सृष्टि करने वाला एक सपना रखने वाला व्यक्ति अपने प्रार्थना के कमरे के अंदर में घुटने पर बैठना है. അങ്ങനെയെങ്കിൽ അങ്ങനെ പ്രാർത്ഥനയിൽ ദൈവിക അത്ഭുതങ്ങളെ കാണുവാൻ തക്കവണ്ണം അതേ കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മെ ഒന്ന് ഒരുക്കട്ടെ. और इसीलिए ऐसा प्रार्थना करने वाला परमेश्वर के अद्भुत कार्य को देखने वाला बनाने के लिए मैं प्रार्थना करता हूँ. അതേ പരിശുദ്ധാത്മാവ് നമ്മുടെ കാലുകളെ ബലപ്പെടുത്തുന്ന കരങ്ങളെ ബലപ്പെടുത്തുന്ന പകലായി ഇന്ന് പകൽ മാറട്ടെ. ओ आज दिन के समय हमारा हाथ को बलवंत करने वाला पवित्र आत्मा हमारे पैरों को बलवंत करने वाला एक दोपहर बन जाए. പ്രാർത്ഥനയിൽ കയറി വരുന്നവരായി ഈ ദിവസങ്ങളിൽ നാം മാറുവാനായിട്ട് ഇടയായി തീരട്ടെ. ओ प्रार्थना में हम उन्नति करने वाला, प्रार्थना में हम प्रगति करने वाले हम हो जाना चाहिए. അതേ ആത്മീക യുദ്ധത്തിന്റെ അകത്ത് അതേ പരിശുദ്ധാത്മ നിയോഗത്തോടെ കയറി നിൽക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തുന്ന പകലായി ഇന്ന് പകൽ മാറട്ടെ. आत्मिक युद्ध के अंदर में परमेश्वर की पवित्र आत्मा का नियोग के साथ खड़े होने वाले आज दोपहर बन जाए. ഹല്ലേലൂയ. हालेलुया. അല്പസമയം എല്ലാ അധരങ്ങളും ദൈവസന്നിധിയിൽ ഒന്ന് തുറന്ന് അതേ കർത്താവിന്റെ മഹത്വം കരേറ്റി തുടങ്ങിയാട്ടെ. ओ कुछ क्षण के लिए हालेलुया अपने होठों को खोलकर, जुबान को खोलकर परमेश्वर की महिमा करने के लिए आरंभ ആത്മീക कीजिए. യുദ്ധത്തിന്റെ അകത്ത് നിങ്ങളുടെ ശബ്ദത്തിന് പ്രാധാന്യമുണ്ട്. ओ आत्मिक युद्ध के अंदर में आपका आवाज का एक प्रधानता है. അത് സിംഹത്തിന് അവനെ രാജാവാക്കി മാറ്റുന്നത് അവന്റെ ശബ്ദമാണ്. एक सिंह को राजा बनाने वाला उसका शब्द है. അതെ മുന്നിൽ അതെ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വണ്ണം തടസ്സമായി നിന്ന ആള് യെരിഹോവനെ ഇടിച്ചത് ഇസ്രായേൽ ജനത്തിന്റെ ആർപ്പിന്റെ ശബ്ദമാണ്. उनके वायदे के सामने खड़े होने वाला, जेरिहो के दीवार को गिरा देने वाला इजराइल के लोगों का वो आराधना का आवाज था. ലാസറെ പുറത്തു വരിക എന്ന ആ ശബ്ദത്തിന്റെ അകത്താണ് മരിച്ച് 4 നാളായി നാറ്റം വെച്ചവൻ പുറത്തു വന്നത്. देखो प्रभु यीशु मसीह लाजरस के ओ हालेलुया सामने जाकर वो मरा हुआ वो उस कब्र के सामने जाकर कहता है लाजरस तू बाहर आ जा. ओ प्रभु यीशु मसीह का आवाज के द्वारा वो बाहर निकल അങ്ങനെയെങ്കിൽ गया. അഭിഷക്തന്റെ അഭിഷക്തമതിമാരുടെ ശബ്ദത്തിന് പ്രാധാന്യതയുണ്ട്. इसीलिए अगर है अभिषेक दासों के आवाज के अंदर में एक बल है. നിങ്ങളുടെ ശബ്ദം ചിലതിനെ ഉളവാക്കുന്നതാണ്. आपके आवाज के कारण से कुछ बात जो नहीं है वो बन നിങ്ങളുടെ जाएगा. ശബ്ദം ചിലതിനെ തുറക്കുന്നതാണ്. आपके आवाज कुछ चीज को खोल देगा. നിങ്ങളുടെ ശബ്ദം ചിലതിനെ അടയ്ക്കുന്നതാണ്. आपके आवाज कुछ चीज को बंद कर देगा. ഇന്ന് പകലിൽ ആത്മമണ്ഡലത്തെ തുറക്കാൻ ഹല്ലേലൂയ അധികാരമുള്ള ഒരു കൂട്ടം അതേ ഹല്ലേലൂയ അഭിഷക്തന്മാർ അഭിഷക്തമതികൾ ഈ ആലയത്തിന്റെ അകത്തളത്തിൽ എഴുന്നേൽക്കട്ടെ. ओ आत्मा का एक रेल्म को खोलने के लिए आपके आवाज के द्वारा हालेलुया आज इस झुंड के अंदर से कुछ लोग खड़े हो जाए. ഓറബ ശതരാധരാധര അടകമന ദരഗശകദരാധ രക്ഷസ്പരന്തനാദി വലിയൊരു ദൈവ സാന്നിധ്യം ഈ ആലയത്തിന്റെ അകത്തളത്തിൽ വ്യാപരിക്കട്ടെ. ओ एक परमेश्वर का बहुत बड़ा उपस्थिति परमेश्वर के इस आलय के अंदर में चलने लगे. വലിയൊരു ദൈവ സാന്നിധ്യം ഈ ആലയത്തിന്റെ അകത്തളത്തിൽ ഹല്ലേലൂയ ചലിക്കട്ടെ. ओ परमेश्वर की उपस्थिति इस मंदिर के अंदर में चले. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എന്ന പോലെ ആത്മാവിന്റെ വലിയ പകർച്ച വെളിപ്പെടുന്ന പകലോ ഇന്ന് പകൽ മാറട്ടെ. ओ एक व्यक्ति से दूसरे व्यक्ति के अंदर में परमेश्वर की जो पवित्र आत्मा ओ जो जिस तरीके से चलता है इस घर के अंदर में चले. ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് മുഴങ്കാലിൽ ഇരുന്ന് അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങളെ ഉളവാക്കുന്ന ഒരു കൂട്ടം ഈ പ്രാർത്ഥനാലയത്തിന്റെ അകത്ത് നിന്ന് ഇന്ന് പകലിൽ എഴുന്നേറ്റ് വരട്ടെ. एक बहुत बड़ा सा झुंड जो अपने घुटने पर बैठकर अद्भुत कार्य को सृष्टि करने वाला एक झुंड इस मीटिंग के अंदर से खड़े हो जाए. हालेलुया 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 हालेलुया
ആത്മാവിൽ പോരാടുന്ന ഒരു കൂട്ടം യോദ്ധാക്കൾ ഇതിന്റെ അകത്ത് എഴുന്നേറ്റ് വരട്ടെ. आत्मा की लड़ाई करने वाला एक झुंड जो शूरवीर लोग हैं इस मीटिंग से खड़े हो जाए. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആ ദൈവ സാന്നിധ്യം ഈ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. और इसी समय प्रभु यीशु मसीह के नाम से इन लोगों के ऊपर में चलने लगे. അന്യ ഭാഷകളിൽ അല്പസമയം ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. अन्य भाषा में परमेश्वर की स्तुति करना आरंभ करो. ഉടക മനജാരകൾ കനാദരക്ഷ സ്മരന്തനാദി ലാർബേനിയന്തര ജഗതര പ്രഭതുരിയന്തര ശബാന രഗൽ കനാദര അർദ്ധപ്രവരദരഗ ശഗതുരിയന്തര ലാർബേനിയന്തര ജഗൽ കനാദിയന്തര അസാധാരണമായ ദൈവശക്തി ചിലരുടെ മേൽ വ്യാപരിക്കുന്ന പകലായി ഇന്ന് പകൽ മാറട്ടെ. असाधारण तरीके का परमेश्वर की बल कुछ लोगों के ऊपर चलने का दिन बन जाए. ഇന്നു മുതൽ പ്രാർത്ഥനയ്ക്കകത്ത് വലിയ മാറ്റങ്ങൾ ഉളവാകട്ടെ. आपके प्रार्थना के अंदर में बहुत सारे बदलाव प्रकट हो जाए. നിർജീവമായി കിടക്കുന്ന വിഷയങ്ങളെ പ്രാർത്ഥനയിൽ ചലിപ്പിക്കുന്ന പ്രാർത്ഥനാ പോരാളികൾ ഇതിന്റെ അകത്ത് എഴുന്നേൽക്കട്ടെ. जो मरा हुआ विषय को अपने प्रार्थना के अंदर फिर से जलाने वाला परमेश्वर की लोगों की प्रार्थना बन जाए. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആ ദൈവശക്തി ആ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. और इसी समय प्रभु यीशु मसीह के नाम से परमेश्वर की सामर्थ्य परमेश्वर के लोगों के ऊपर में चलने पड़े. ഇന്ന് പകലിൽ അമാലേക്യ മണ്ഡലങ്ങളെ ആത്മാവിൽ അതെ തകർക്കുന്ന പകലായി ഇന്ന് പകൽ മാറട്ടെ. आज के दिन में अमालेक की शक्तियों को खत्म करने का एक दिन आज का दिन बन जाए. വാഗ്ദത്തത്തെ തടയുന്ന ഉയർച്ചയെ തടയുന്ന അമാലേക്യ മണ്ഡലങ്ങളെ ആത്മാവിൽ പിടിച്ചെടുക്കുന്ന പകലായി ഇന്ന് പകൽ മാറട്ടെ. आपके वायदे को रोकने वाला आपके उन्नति को रोकने वाला शक्तियों को खत्म करने का आज का दिन बन जाए. ശബരബധുരി ഘടകജല പ്രഭാതല ഘടകജന അർദ്ധജല പ്രഭധിരി ഘടകജന പ്രഭാതല ഘടകജന ധരമനറബധുരി ഘടകജല പ്രഭാതല ഘടകജന അർദ്ധരേതല പ്രഭധിരി ഘടകജന അർദ്ധമന പ്രഭധിരി ഘടകജന അർദ്ധജലാധല പ്രഭധിരി ഘടകജന എല്ലാ മാലേക്യ വ്യാപാരങ്ങളെ നസ്രയന്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യുക. सारे अमालेक की शक्तियों को नासरी यीशु के नाम से हम तोड़ते हैं. എല്ലാവരും പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് सारे लोग प्रार्थना कीजिए प्रार्थना कीजिए. ला ब्राया ना मामा मामा ले रेठे ला ब्राया ला था मामा मामा ये रोशाल काटारा रेठे लमारियस नेठे लबा എല്ലാ മാലിയക്യ വ്യാപാരങ്ങൾ എല്ലാ മാലിയക്യ ശക്തികൾ വഴിയിൽ തടയുന്നത് ആരോഗ്യത്തെ തൊടുന്നത് യേശുവിന്റെ നാമത്തിൽ ശക്തന്മാർ എഴുന്നേൽക്കട്ടെ. सारे अमालेक की शक्तियां हालेलुया जो आपके प्रगति को रोकता है और प्रभु यीशु मसीह के नाम से वो दूर हो जाए. ഇവരുടെ കരങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. आपके हाथों में परमेश्वर के सामर्थ्य चले. എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ചേ. सारे हाथों को ऊंचा उठाइए. ഇവരുടെ കരങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. आपके हाथों में परमेश्वर की सामर्थ्य चले. ഇവരുടെ കരം ഉയരുമ്പോൾ ജയം ഉയരട്ടെ. और इनके हाथ जब ऊपर उठेगा और जय चलने लगे. ഇവർ കരം വെക്കുമ്പോൾ സൗഖ്യം നടക്കട്ടെ. ये लोग जब हाथ रखेंगे और चंगाई प्रकट हो जाए. ഓ ഈ കരങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ. इन हाथों के ऊपर में परमेश्वर की सामर्थ्य चले. ഓ നിങ്ങളുടെ കരങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങുകയാ. आपके हाथों के ऊपर में परमेश्वर का सामर्थ्य आ जाए. ഇന്ന് തിരിച്ച് നിന്റെ വീട്ടിൽ കയറുമ്പോൾ കര ഉയർത്തിക്കൊണ്ട് കയറണം. और आप जब वापस अपने घर जाएंगे हाथ उठाकर घर के अंदर प्रवेश करना. ശത്രു തോൽക്കുന്ന പകലായി മാറട്ടെ. और शत्रु पराजित होने का दिन बन जाए. ഓ റബകത ല ബ ബ ബ ബ ബ ബ പകർച്ച നടക്കട്ടെ, പകർച്ച നടക്കട്ടെ. परमेश्वर की അഭിഷേകൻ പറഞ്ഞ വചനത്തിന്റെ മാനിഫെസ്റ്റേഷൻ നടക്കട്ടെ. ओ हालेलुया परमेश्वर की उपस्थिति यहाँ पे चलने लगे.
യേശുവിന്റെ നാമത്തെ प्रभु यीशु मसीह के नाम से, യേശുവിന്റെ നാമത്തെ यीशु मसीह के नाम से, യേശുവിന്റെ നാമത്തെ यीशु मसीह के नाम से। അഭിഷക്തൻ പറഞ്ഞ വചനത്തിന്റെ ഏറ്റവും വലിയ വെളിപ്പാട് ओ परमेश्वर के दास कहने का वचन का सबसे बड़ा प्रकाशन यह है। അതുകൊണ്ട് യേശുവിന്റെ കരം ഉയർത്തി ക്രൂശിച്ചത് ओ प्रभु यीशु मसीह के हाथ उठाकर उनको क्रूशित किया। പിടികിട്ടുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. समझते हैं परमेश्वर की स्तुति कीजिए। അവന്റെ കരം താഴ്ത്തി വെച്ചല്ല ക്രൂശിച്ചത്. परमेश्वर प्रभु यीशु मसीह के हाथ नीचे रखकर क्रूश नहीं किया। ലോകത്തിന്റെ നെറുകയിൽ और संसार के हाथ, ആകാശത്തിന്റെയും ഭൂമിയുടെയും നടുവിൽ ओ आकाश और भूमि के बीच में, എന്റെ യേശു രണ്ട് കരങ്ങളും വിരിച്ചു. ओ प्रभु यीशु मसीह अपने दोनों हाथों को फैला दिया। കാരണം ആ കരത്തിനകത്ത് ജയമുണ്ട്. क्योंकि उस हाथों के अंदर में जय है। നിങ്ങളുടെ കരങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കുക. आपके हाथों के अंदर परमेश्वर की सामर्थ्य चल रहा है। നീ കൈവച്ചാൽ സൗഖ്യം നടക്കും. आप अगर हाथ रखेंगे तो चंगाई होगा। അതുകൊണ്ടാ ബൈബിൾ പറഞ്ഞ നീ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടും. इसीलिए वचन कहता है आप अगर बांधोगे स्वर्ग में बांधा जाएगा। കെട്ടുന്നത് കൈകൊണ്ടാ. और बांधना अपने हाथों से बांधते हैं। നീ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിയും. आप अगर खोलेंगे स्वर्ग में खुल जाएगा। കെട്ടുന്നതും അഴിക്കുന്നതും കൈകൊണ്ടാ. बांधते खोलते हैं हाथ से। ഇന്ന് പകൽ ഈ ജനത്തിന്റെ മീതെ അത് ചലിക്കട്ടെ. वो आज सुबह के समय में इन लोगों के ऊपर में चले। ചിലരുടെ കരങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങി വരട്ടെ. कुछ लोगों के हाथ में परमेश्वर की सामर्थ्य ഒരു जाए। നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് एक ദൈവസന്നിധി. क्षण के लिए सारे लोग खड़े हो जाए। परमेश्वर की എല്ലാവരും എഴുന്നേറ്റ് നിന്ന് सारे लोग ദൈവസന്നിധി. खड़े हो जाइए। എല്ലാവരും എഴുന്നേറ്റ് നിന്ന് सारे ദൈവസന്നിധി. लोग खड़े हो जाइए। നിങ്ങളുടെ കരങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കാൻ പോകും. आपके हाथों के अंदर में परमेश्वर की सामर्थ चलने वाला है। കരത്തിന് ഭയങ്കര വെളിപ്പാട് അഭിഷക്തനെ. ओ हाथ के अंदर में बहुत बड़ा प्रकाशन है। മോശയെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തത് കൈകൊണ്ടാ. ओ मूसा को पानी से जो खींच के निकाला वो हाथ से खींच के निकाला। പിടികിട്ടുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? कितने लोग समझते हैं? ചിലതിനെ വലിച്ചെടുക്കാൻ നിന്റെ കരത്തിന്റെ മേൽ അധികാരം വീഴുകയാണ്. ओ कुछ चीज को बाहर खींच के निकालने के लिए आपके हाथ के ऊपर में अधिकार प्रकट हो रहा है। ഓ റബകതല बोरो 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 ലബ്ര യലബ बोरो 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 ലേബ്രകതല യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ प्रभु यीशु मसीह के नाम से ഇന്നിവിടെ ഒരു കൂട്ടം കരം ഉയർത്തുകയാണ്. आप एक बड़ा झुंड अपने हाथों को उठा रहे हैं। ഒരു കൂട്ടം ഇവിടെ കരം ഉയർത്തുകയാണ്. एक झुंड यहाँ पे हाथ उठा रहे हैं। എനിക്ക് അറിയത്തില്ലോ, നിങ്ങൾ പറഞ്ഞ ഭയങ്കര വെളിപ്പാടാ. और यहाँ पे बहुत बड़ा प्रकाशन है। ഇനിയും പ്രസംഗിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുകൂടെ അതിനകത്ത് ആഡ് ചെയ്തോണം. ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ കണ്ടതൊരു രൂപമല്ല, കൈപ്പത്തിയുടെ വലിപ്പത്തിൽ. हालेलुया। एलिजा जब प्रार्थना किया उन्होंने जो प्रकाशन देखा एक हथेली का एक प्रकाशन उन्होंने देखा। കൈപ്പത്തിയുടെ വലിപ്പത്തിൽ एक हथेली का एक प्रकाशन എന്ന് പറഞ്ഞാൽ ഒരു കൈപ്പത്തിയുടെ രൂപത്തിൽ ഒരു മേഘം. देखो एक हथेली के रूप में एक मेघ उठ के आता है। എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? वो कितने लोग समझ रहे हैं? പണ്ടൊരു രാജാവ് ദൈവമക്കൾക്ക് വിരോധമായി എഴുന്നേറ്റപ്പോൾ അവൻ ഇരുന്ന ഭിത്തിക്കകത്തൊരു വിരല് വന്ന് എഴുതി. ओ हालेलुया। फिर एक बार बहुत दिन पहले एक राजा और परमेश्वर के विरुद्ध में कार्य किया तो एक उंगली आकर दीवार पर लिखा। ചിലരുടെ കരത്തിന്റെ മീതെ कुछ हाथों के ऊपर। ഇന്ന് ഞാൻ ഇതിനകത്ത് നിൽക്കുന്നവരെ നോക്കി ഒരു ദൂത് പറയാം. यहाँ पे बैठे हुए लोगों के ऊपर मैं एक संदेश बोलना चाहता हूँ। കണ്ടത് കൈപ്പത്തിയുടെ വലിപ്പമാണെങ്കിലും देखो एक हथेली का एक हाथ वो उन्होंने किसी ने देखा। നിന്റെ അകത്ത് ഫെയ്ത്ത് ഉണ്ടെങ്കിൽ आपके अंदर में अगर विश्वास है ആ കൈപ്പത്തിയുടെ വലിപ്പത്തിലുള്ള മേഘത്തെ നിനക്ക് രാജ്യത്തിന്റെ മഴയാക്കി മാറ്റാം. आप जो हथेली के जैसे एक हाथ जो है वो एक मेघ जो है एक राज्य के एक बहुत बड़ा बादल बना सकते हैं। എല്ലാ കരങ്ങളും ഉയർന്നിരിക്കട്ടെ. सारे हाथ ऊंचा उठा के रखिए। എല്ലാ കരങ്ങളും. ഈ കരങ്ങൾ വെറും കരങ്ങളല്ല. आपके हाथ ऐसे ही वाला हाथ ഇത് नहीं, വെറും കരങ്ങളല്ല. खाली हाथ नहीं है, ഇത് അധികാരമുള്ള കരങ്ങളാണ്. अधिकार के हाथ है।
ഈ കരത്തിന് ഭയങ്കര ദൈവാസം പറഞ്ഞ് ഭയങ്കര വെളിപ്പാടാ. ये जो परमेश्वर के दास ने बोला ये बहुत बड़ा प्रकाशन है. അതുകൊണ്ട് ഫറവോന്റെ അധികാര കേന്ദ്രത്തിൽ കയറിയ മോശയോട് ദൈവം പറഞ്ഞ് നിന്റെ കരം കൊണ്ട് നീ ഫറവോന്റെ പടിയെ പിടിക്കുക. और इसीलिए वो फरो के पास जाने वाला मूसा को देखकर परमेश्वर ने कहा तुम्हारे हाथों से उनको उखाड़ के फेंकोगे. ആത്മയുദ്ധത്തിൽ കരത്തിന്റെ പ്രാധാന്യം ഭയങ്കരമാണ്. और एक आत्मिक युद्ध के अंदर में हाथ का जो प्रधानता बहुत ही अधिक है. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ आप अगर शंका कर रहे നിങ്ങൾ हैं മുട്ടുമേൽ നിന്നിട്ട് आप अपने घुटने पर बैठिए. ഇപ്പോഴല്ല തിരിച്ച് വീട്ടിലൊക്കെ ചെന്നിട്ട് आप अपने घर जाएंगे तब രണ്ട് കരവും ഉയർത്തി दोनों हाथ को उठाकर രണ്ട് കരം ഉയർത്തി മുട്ടുമേൽ നിന്നൊരു 10 മിനിറ്റ് യേശുവേ എന്ന് വിളിച്ചു നോക്ക്. അന്തരീക്ഷം മാറും. देखो आप अपने घर जाकर घुटने पर बैठकर दोनों हाथ को उठाकर 10 मिनट के लिए यीशुए कर पुकारिए. आपका वातावरण बदल जाएगा. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. हम मिलके प्रार्थना करने वाले हैं. കരം ഉയർന്നിരിക്കട്ടെ. हाथ उठा रखिए, हाथ ऊंचा रखिए. ഈ വെറുതെ അല്ല ദൈവദാസന്മാർ കരം ഉയർത്താൻ പറയുന്നത്. तो ऐसे ही हम लोग नहीं कह रहे हैं कि आपके हाथ को उठा लें. ഇതിനകത്തൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. यहाँ पे बहुत सारी बात है. വരുന്ന ചില സമയങ്ങളിൽ ഞാൻ ഈ പ്രൊഫറ്റിക്കൽ ആക്ഷൻ പ്രസംഗിക്കും. അന്നേരം ഞാനത് പറയും. ओ आने वाले दिन में हम प्रोफेटिक एक्शन के बारे में हम बोलेंगे. उस समय इसके बारे में बोलेंगे. കർത്താവേ ഉയർന്നു നിൽക്കുന്ന സകല കരങ്ങളുടെ മേലും प्रभु जी ये ऊंचा उठा हुआ सारे हाथ के ऊपर അധികാരം റിലീസ് ചെയ്യട്ടെ. अधिकार रिलीज हो जाए. പാമ്പുകളെ പിടിക്കാൻ, और सांप को पकड़ने के लिए, സർപ്പങ്ങളെ പിടിക്കാൻ, सर्प को पकड़ने के लिए, കുടിയിരിപ്പുകളെ പിടിക്കാൻ, ओ हले डोमिनियन को पकड़ने के लिए, മന്ത്രവാദത്തെ പിടിക്കാൻ, ओ मंत्रवादी को पकड़ने के लिए, ആഭിചാരത്തെ പിടിക്കാൻ, और जादू टोने को पकड़ने के लिए, പൈശാചിക മേഖലകളെ പിടിക്കാൻ शैतानी शक्तियों को पकड़ने के लिए ഇപ്പോൾ ഇവരുടെ കരങ്ങളുടെ മീതെ इनके हाथ के ऊपर में ദൈവശക്തി വ്യാപരിക്കട്ടെ. परमेश्वर का सामर्थ चले. ഞാൻ ഈ പറയുന്നതല്ല ഈ മെസ്സേജിനകത്ത് ആഡ് ചെയ്തോണം. हालेलुया. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യം ശിഷ്യന്മാരെ കാണിച്ചത് കീറിയ പുറമല്ല, അടിച്ച തലയിലെ മുൾപ്പാടല്ല, അവൻ തന്റെ ആണി പഴുതുള്ള കരമാ കാണിച്ചത്. देखो प्रभु यीशु मसीह जब फिर से जी उड़ गए थे अपने शिष्यों के पास जब आया अपने सर का चोट को नहीं दिखाया, उनके पैर के चोट को नहीं दिखाया, सबसे पहले अपने हाथों के चोट को दिखाया. അർത്ഥം ഈ കരത്തിലെല്ലാം ഉണ്ട്. इसका एक ही अर्थ है इस हाथ के अंदर में सब कुछ है. നിങ്ങളുടെ കരത്തെ നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞത് സാധാ കരമല്ല, ഇത് അത്ഭുതങ്ങളുടെ കരവാ. अपने हाथ को देखकर जरा देखकर बोलिए ये साधारण हाथ नहीं है, ये अद्भुत हाथ है. ചിലരുടെ കരങ്ങളിലൊക്കെ ദൈവശക്തി ചലിക്കട്ടെ. कुछ लोगों के हाथ के ऊपर में परमेश्वर का बल ചലിക്കട്ടെ. और चलने लगे. ദൈവശക്തി ചലിക്കട്ടെ. परमेश्वर की सामर्थ ദൈവശക്തി चले. ചലിക്കട്ടെ. परमेश्वर की सामर्थ ദൈവശക്തി चले. ചലിക്കട്ടെ. परमेश्वर की सामर्थ चले. ചലിക്കാത്തതിനെ ചലിപ്പിക്കുന്ന ദൈവശക്തി. जो मरा हुआ है उसको जिलाने वाला परमेश्वर की सामर्थ ചലിക്കട്ടെ. चलने लगे. चलिकटे. चलने लगे. ശരീരങ്ങളിലേക്ക് ചലിക്കട്ടെ. और चलने लगे. रशुम रोफल भरो लाबा काटा बाबा ला बाबा 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 शेरे बाला बाका ठला में लब्रोशेम रे फाला रा बाबा. യേശുവേ 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 ആത്മയുദ്ധത്തിന് ഒരു കൂട്ടം യോദ്ധാക്കൾ ഇവിടുന്ന് ഇറങ്ങിപ്പോട്ടെ. आत्मा की युद्ध के लिए यहाँ से बहुत बड़ा एक झुंड निकल के जाए. ഈ ഉയർത്തിപ്പിടിച്ച സകല കരങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നു. ऊंचा उठायो एक एक हाथ को हम मिल के आशीष करते हैं. അഭിഷക്തനെ അത് ഭയങ്കര വെളിപ്പാടാ കേട്ടോ. ये बहुत बड़ा प्रकाशन है. മോശയുടെ കരം എന്തിനാ നെഞ്ചത്തോട്ട് വെച്ചപ്പോൾ കുഷ്ഠരോഗമായത്? കരമല്ലേ? അർത്ഥം ഈ കരത്തിലാടാ ഇനി മുഴുവൻ അധികാരം ചലിക്കാൻ പോകുന്നത്. ओह हालेलुया. मूसा का हाथ जो है उसके छाती पे रखा तो देखो उसमें कुष्ठ रोग आ गया. वो हाथ है, इसी हाथ से ही वो सारा चीज चलने वाला है. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. हम मिलके प्रार्थना करते हैं. ഈ കരങ്ങളിലെല്ലാം അത്ഭുതങ്ങളുടെ താക്കോൽ
इस सारे हाथों के अंदर में अद्भुत कार्यों की चाबी का कुंजी, അത്ഭുതങ്ങളുടെ താക്കോൽ, अद्भुत कार्य के चाबी का कुंजी, മെഗാ ചർച്ചുകളുടെ താക്കോൽ. इस बहुत बड़ा मेगा चर्च के लिए ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. मिलके प्रार्थना करते हैं। ഞങ്ങളെ കൂട്ടി നിർത്തിയ ദൈവത്തിന് നന്ദി, हमको इकट्ठित किया वो प्रभु को हम धन्यवाद കേൾപ്പിച്ച कहते हैं। വചനത്തിന് നന്ദി. जो वचन सुना उसके लिए धन्यवाद करते വീണ്ടും हैं। ഞങ്ങളെ യൂസ് ചെയ്യും, फिर से इस्तेमाल कीजिए प्रभु जी, വീണ്ടും ഞങ്ങളെ ഉപയോഗിക്കും, फिर से इस्तेमाल कीजिए प्रभु जी, വീണ്ടും ഞങ്ങളോട് സംസാരിക്കും. फिर से हमसे बातचीत कीजिए। അത്ഭുതങ്ങൾ ഞങ്ങൾ കാണും. अद्भुत कार्य हम देखेंगे। ഇന്ത്യ പിടിക്കപ്പെടും, ओ हमारा देश ओ आत्मा में पकड़ा जाएगा, ഞങ്ങളുടെ ഗ്രാമങ്ങൾ പിടിക്കപ്പെടും, हमारे गांव गांव पकड़े जाएंगे, ഇന്ത്യയുടെ 29 സ്റ്റേറ്റും പിടിക്കപ്പെടും. ओ हमारे देश के ओ 29 जितने सारे प्रांत है प्रभु यीशु मसीह में पकड़ा जाएगा। കന്യാകുമാരി മുതൽ കാശ്മീർ വരെ യേശുവിന്റെ നാമം ഉയരും. और कन्याकुमारी से कश्मीर तक प्रभु यीशु मसीह का नाम ऊंचा होगा। ആമേൻ, आमीन ആമേൻ, आमीन ആമേൻ. आमीन। बोलो प्रभु यीशु मसीह की, जय बोलो प्रभु यीशु मसीह की, जय बोलो प्रभु यीशु मसीह की. जय। ആമേൻ.